Okay. Hello, hi, good evening all. Welcome back to our English class. Yes. Hello, hi. ഒരുപാട് ആൾക്കാർ ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നുണ്ടല്ലേ. യെസ്, ഗുഡ് ഈവനിങ്. യെസ്, എന്തൊക്കെയാണടാ? ഹൗ ആർ യു ഓൾ? യെസ്. യാ, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. യെസ്, ഹായ് ജസ്നാമീസ് എന്നൊക്കെ പറയുന്നുണ്ട്. കാർത്തികേ ഹലോ. യെസ്, ഓക്കെ. പിന്നെ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യേ. കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ദ സോവർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇന്ന് ഈ ഒരു ചാപ്റ്ററും ദ വില്ലേജ് ബ്ലാക്സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്റർ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം. വേണ്ടേ? പഠിക്കണം. സോ നിങ്ങൾ എന്ത് ചെയ്യാം? മാക്സിമം നിങ്ങളുടെ ആളുകളൊക്കെ ഒന്ന് കൂട്ടിയിട്ട് വാ എന്നുള്ളതാണ്. ഓക്കെ, സംഗീത യെസ്, ഹലോ. യെസ്, ആതിര, ദെൻ വൈഗ, ഒരുപാട് ആളുകളുണ്ട് അല്ലെ. ഷെയർ ചെയ്തു മിസ്സേ. ഓക്കെ, യെസ്, നെയിം വിളിക്കോ മിസ്സേ? എന്താണ് നെയിം? എന്താ? ഓക്കെ, എനിക്ക് ഇവിടുന്ന് അങ്ങനെ കറക്റ്റ് കാണുന്നില്ല കേട്ടോ. ഓക്കെ, നിഷ്ബ എന്നാണ് അല്ലെ. യെസ്. സോ സെറ്റ് അല്ലടാ, കഴിഞ്ഞ ചാപ്റ്റർ ഒക്കെ ക്ലിയർ അല്ലേ? നന്നായിട്ട് തന്നെ എല്ലാ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യെസ്, ഓക്കെ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ഈ ഒരു ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞോ? എന്താണ് ഈ ഒരു ചാപ്റ്ററിന്റെ അവസ്ഥ? ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ദ വില്ലേജ് ബ്ലാക്സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോം എടുത്ത് കഴിഞ്ഞോ? യെസ്, യെസ്. കുറെ പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ പല ആളുകൾക്കും ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിസ്മസ് എക്സാം ഒക്കെ ആവാനായിട്ടുണ്ട്. ഡിസംബറിലാണ്, പക്ഷെ നാളെ മുതൽ എന്താണ്? നവംബർ ആയല്ലേ. നാളെ നവംബർ 1 ആണ്. സോ ഇനി വല്ലാതെ സമയമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റുകൾ നമ്മൾ സെറ്റ് ആക്കി പഠിക്കണം. നമുക്ക് 4 യൂണിറ്റ് വരെ ക്ലിയർ ആക്കണം ഈ ഒരു എക്സാമിന് അല്ലേ. യെസ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം? മാക്സിമം ഒന്നും കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഒന്ന് നമ്മുടെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക്, അതേപോലെ തന്നെ നമ്മുടെ ട്യൂഷന്റെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും അല്ലെ. ട്യൂഷന്റെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യും. കാരണം എന്താണ്? നമ്മൾ എന്നും ഉണ്ടാകുന്ന ആളുകള് എന്താണ്? യെസ്, നല്ല ആക്റ്റീവ് ആയിട്ട് ഉണ്ടാകുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ അവരൊക്കെ കണ്ടാൽ മാത്രമേ മിസ്സിന് എന്താവുള്ളൂ? യെസ്, നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററും ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അല്ലെ. യെസ്. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സപ്പിലൊക്കെ നിങ്ങളൊന്ന് സ്റ്റാറ്റസ് വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിച്ചു പോവാ. കാരണം ദ വില്ലേജ് ബ്ലാക്സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ എന്താണ്? ശരിക്കും ഫസ്റ്റ് നേരെ ഒരു കുട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു വലിയ പോമാണെന്ന് തോന്നുന്നു അല്ലെ. കാരണം കുറെ സ്റ്റാൻസാസ് ഉണ്ട്. നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു 8 സ്റ്റാൻസ് നമുക്ക് അവിടെ കാണാം. പക്ഷേ നമ്മളൊന്ന് വായിച്ചാല് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതെന്താണ്? ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ കേട്ടോ, പോയറ്റിക് ഡിവൈസസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം, അതേപോലെ തന്നെ അതിന്റെ ലൈൻസ് തന്നിട്ട് അല്ലെ, സ്റ്റാൻസ് ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് ചോദിക്കുന്ന റീഡിങ് കോംപ്രഹെൻഷൻ ആയിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. യെസ്, എന്താ പറഞ്ഞ മിസ്? ചൊറുക്കായിണെന്നോ? തട്ട മാറ്റിയിട്ടാണടാ. ഞാൻ ഇന്ന് ബ്ലാക്ക് തന്നെയാണ് ഇടല്. എന്താ ചെയ്യാ, ഇന്ന് എനിക്ക് ബ്ലാക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഉള്ള തട്ടൊക്കെ ഇട്ട് പോന്നാണ്. ഓക്കെ. സോ യെസ്, ഓക്കെ. അപ്പോ നമ്മള് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏതാണ്? യൂണിറ്റ് 3 ആണ് അല്ലെ. യൂണിറ്റ് 3 നമ്മുടെ സീഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ യൂണിറ്റ് ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പൊ ഈ യൂണിറ്റിൽ ഇതുവരെ നമ്മൾ എന്തിനൊക്കെ പറ്റിയിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ള അല്ലെ? ലേബറിനെ പറ്റിയിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ദ വില്ലേജ് ബ്ലാക്സ്മിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു ലേബറിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. യെസ്. സോ ഇവിടെ നോക്കടാ, ഈ ഒരു യൂണിറ്റിൽ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വി ഡിസ്കസ് about the dignity of labor. ഓരോ തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ടല്ലേ, അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ള 3 ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്ക്, പിന്നെ നമ്മൾ എന്തും കൂടി പറഞ്ഞിട്ടുണ്ട്, how labor makes life meaningful and successful. എങ്ങനെയൊക്കെയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ലേബർ, നമ്മുടെ തൊഴിലൊക്കെ നമ്മുടെ ജീവിതത്തെ വിജയകരമാക്കുന്നത് അല്ലെ, സക്സസ്ഫുൾ ആക്കുന്നത്, അതേപോലെ തന്നെ മീനിങ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥവത്താക്കുന്നത് എന്നുള്ള അല്ലെ. നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താണോ നമ്മുടെ തൊഴിൽ, ആ തൊഴിൽ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഞാൻ ജസ്റ്റ് നേരെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു പോയിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ പറയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനോട് അല്ലെ ഒരു ഇൻസൈറ്റ് ഒക്കെ കിട്ടി നിങ്ങളുടെ ലൈഫിൽ അത് യൂസ്ഫുൾ ആകുന്നുണ്ട്, ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലേക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു തരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെയാണ് ശരിക്കും നമ്മളുടെ ജീവിതം എന്താവുന്നത്? മീനിങ് ഫുൾ ആവുന്നത് എന്നുള്ളതൊക്കെയാണ്.
അപ്പൊ എല്ലാ ലേബറിനും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ ദ ലൈറ്റ്സ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ദെൻ വി ഹാവ് ഡിസ്കസ് ദിസ് ചാപ്റ്റർ റോസാ പാർക്ക് സെറ്റ് സ്റ്റിൽ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഡിസ്കസ് ദ സോവർ ഇസ് എ പോം. ദെൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോം ആണ് അല്ലെ. അപ്പൊ ഇത് ആരാണ് എഴുതിയിട്ടുണ്ടായിരുന്നടാ? യെസ്, ആരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? H.W. ലോങ്ഫെല്ലോ ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ലൈവിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പോം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ ഓരോ സ്റ്റാൻസ് ഓരോ ലൈൻ ഞാൻ വായിച്ചിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? We will discuss the important points. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ ഇതിന്റെ ഏറ്റവും എന്താണ് ഒരു നട്ഷൽ ആയിട്ടുള്ള രൂപം എന്താണ് മൊത്തത്തിൽ ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ദെൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോയറ്റിക് ഡിവൈസസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, കാരണം എന്താണ് ഒരു പോം പഠിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് എന്തറിയണം, ഈ പോയത്തിൽ എവിടേക്കാണ് അലിട്രേഷൻ ഉള്ളത്, അസനൻസ് ഉള്ളത്, സിമിലി ഉള്ളത്, പെർസോണിഫിക്കേഷൻ ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം വേണ്ടേ. അപ്പൊ നമ്മൾ അത് ഇന്ന് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തറിയണം, അപ്പൊ ഇതിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ, എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഓരോ ചോദ്യം കാണുമ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ് എന്നുള്ളതും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അതിനുശേഷം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുക? കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും കേട്ടോ. കാരണം ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, കൃത്യമായിട്ട് ഈ പോം ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഒബ്ജക്റ്റീവ് അല്ലെ ഓപ്ഷൻ ഒക്കെ തരും, പക്ഷെ അതിന്റെ കറക്റ്റ് ഉത്തരം നിങ്ങൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ പോം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോ നമ്മൾ പറയുന്ന നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയടാ, നമ്മൾ താഴെ അല്ലേ നമ്മുടെ ലൈവിന്റെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ. അതിൽ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നോട്ട്സ് നമ്മുടെ ഈ PDF ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ PDF ഒക്കെ കയ്യിൽ ഉണ്ടായതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന്റെ സമയത്ത് നിങ്ങൾ പിന്നെ ഇങ്ങനെ തെരഞ്ഞു പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എല്ലാ ആളുകളും എന്ത് ചെയ്യണം, ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ള. ഓക്കെ, സോ നൗ വി ആർ discussing the poem The Village Blacksmith. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, The Village Blacksmith എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പോമാണ്. സോ ആദ്യം നമ്മൾ എന്തറിയണം, എന്താണല്ലേ വില്ലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല അല്ലെ. വില്ലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഗ്രാമമാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഗ്രാമത്തിലുള്ള ഒരു ബ്ലാക്ക് സ്മിത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ എന്താണ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പിക്ചർ നിങ്ങൾ കാണുന്നില്ലേ? യെസ്, ഹിയർ യു ക്യാൻ സീ എ പിക്ചർ അല്ലെ. ഇവിടെ നമുക്കൊരു പിക്ചർ കാണുന്നുണ്ട്. ഈ പിക്ചറിൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഒരു ആളുണ്ട് അല്ലെ. ആ ആളെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഒരു വലിയൊരു ഹാമർ ഒക്കെ ഉണ്ട് ആളുടെ കയ്യിൽ അല്ലെ. എന്നിട്ട് ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള, അടിക്കുന്നുണ്ട് താഴോട്ട്. അപ്പൊ നമുക്കറിയാം ഇത് എന്താണ്, ഇത് ഏത് ടൈപ്പ് ഓഫ് ലേബർ ആണ് ശരിക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, അതാണ് നമ്മുടെ ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ, അഥവാ കൊല്ലൻ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള കേട്ടോ. അപ്പൊ എങ്ങനെയൊക്കെയാണ്, എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്, ഹോപ്പ്ഫുള്ളോട് കൂടിയിട്ടാണ്, ഓക്കെ എത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ്, എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ജോബ് ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു ലെസൺ ഉണ്ട്. നമ്മൾ വെറുതെ എന്ത് ചെയ്യുക, ബ്ലാക്ക് സ്മിത്തിനെ പറ്റി പഠിക്കാനല്ല, അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ലെസൺസ് ഉണ്ട്. ആ ലെസൺസ് ആണ് പോയിട്ട് നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇൻട്രൊഡക്ഷൻ വായിക്കാം അല്ലെ. യെസ്, അപ്പൊ ടെക്സ്റ്റിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ പറയുന്നത്, എന്താ പറയുന്നത്, The life and work of a common man provides an example of persistence and accomplishment. അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മുടെ അല്ലെ കോമൺ മാൻ എന്ന് പറഞ്ഞാൽ എന്താണടാ, സാധാരണ മനുഷ്യൻ അല്ലെ. അപ്പൊ സാധാരണ മനുഷ്യന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം അല്ലെ. അപ്പൊ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്തിന്റെ ഉദാഹരണം നമ്മളെ കാണിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്, പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്ഥിരോത്സാഹം എന്ന് പറയും കേട്ടോ. നമുക്ക് നമ്മുടെ ഉത്സാഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കെട്ടുപോകാൻ പറ്റൂല്ല. ഞാനിപ്പോ ഇന്ന് പഠിക്കുന്നു വിചാരിച്ചു അല്ലെ, അപ്പൊ എനിക്ക് നാളെ പഠിക്കണം, മറ്റന്നാൾ പഠിക്കണം, ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളിങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിന്റെ ചേഞ്ച് നമ്മുടെ ലൈഫിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അതേപോലെ ആ പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ആളുടെ നേട്ടമൊക്കെ. അപ്പം ഒരു കോമൺ മാന്റെ ലൈഫ് എങ്ങനെയാണ് ഇവിടെ പെർസിസ്റ്റൻസും അതേപോലെ തന്നെ നേട്ടവും കാണിക്കുന്നത് എന്നുള്ളതാണ്. സോ ലെറ്റ്സ് റീഡ് എ പോം അബൌട്ട് സച്ച് എ മാൻ.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പോം അങ്ങനെയുള്ള ഒരു മനുഷ്യനെ പറ്റിയിട്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കോമൺ മാനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആ കോമൺ മാൻ അപ്പൊ എന്താണ് നമുക്ക് കാണിച്ചിരുന്നത്? യെസ്, ഹി ഷോസ് പെർസിസ്റ്റൻസ്, ദി ഇമ്പോർട്ടൻസ് ഓഫ് പെർസിസ്റ്റൻസ്. പെർസിസ്റ്റൻസിന്റെ സ്ഥിരോത്സാഹത്തിന് ഇമ്പോർട്ടൻസ് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. ദെൻ അതേപോലെ തന്നെ എന്ത് കാണിച്ചിരുന്നുണ്ട്? അക്കംപ്ലിഷ്മെന്റ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേടിയിട്ടുള്ള നേട്ടവും നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ള. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കും ഇനി നമ്മൾ ആരാണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്? ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ ആണ് ഇത് എഴുതിയിട്ടുള്ളത് അല്ലെ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരാണടാ? H.W. ലോങ്ഫെല്ലോ ആണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, സോ അദ്ദേഹം ആരാണ്? He was an American poet. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റ് ആണ്. ആൻഡ് അത് മാത്രമല്ല എഡ്യൂക്കേറ്ററും കൂടിയാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണടാ? Paul Revere's Ride, അതേപോലെ തന്നെ The Song of High Water and Evangeli. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള വർക്ക്സ് ആണ് കേട്ടോ. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹമാണ് he was also the first American to translate Dante's The Divine Comedy. ഡാൻഡെ എന്ന് പറയുന്ന ആളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് The Divine Comedy എന്ന് പറഞ്ഞാൽ. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുന്ന ആളുകൾ പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് The Divine Comedy. അപ്പൊ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് അമേരിക്കൻ ആണ് അദ്ദേഹം എന്നുള്ളതാണ്. ആൻഡ് ഹിസ് ഫസ്റ്റ് മേജർ പോയട്രി കളക്ഷൻസ് Voices of the Night and Ballads and Other Poems. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള വർക്ക്സ് ആണ്. ആൻഡ് ഹി ഡൈഡ് ഇൻ 1882. അദ്ദേഹം 1882 അല്ലെ 1882 അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള. അപ്പൊ അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ലാത്ത ഒരു പോയിന്റ് ആണ് അല്ലെ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റാൻസയിലേക്ക് പോവാണ്. നമ്മൾ പോം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പോത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ആർ യു റെഡി? റെഡി അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇനി നേരെ ചാപ്റ്ററിലേക്ക് പോവാണ്. സോ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും കൂടി മാക്സിമം ഈ ലിങ്ക് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്താൽ എന്ത് ചെയ്യും? നമ്മൾ നേരെ ഇനി ചാപ്റ്ററിലേക്ക് പോകും കേട്ടോ. നമ്മൾ സ്റ്റാൻഡ്സ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകും. സോ റെഡി അല്ലേ? യെസ്. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ സ്റ്റാൻഡ്സ് അല്ലേ. ഫസ്റ്റ് സ്റ്റാൻഡ്സയിൽ എന്താ പറയുന്നത്? നോക്കൂ, ഞാൻ വായിക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ. കാരണം ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് മുന്നിൽ വെക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തൊക്കെയോ ക്ലാസ് കേട്ടിട്ടുണ്ടാവും, പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലെ. പക്ഷെ ടെക്സ്റ്റ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും? ഓരോ ലൈൻ ഇതാണല്ലേ വായിക്കുന്നത് അല്ലെ, ഒരു ബന്ധം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള. സോ നിങ്ങൾ ടെക്സ്റ്റ് മുന്നിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റാൻഡ്സയിൽ എന്താ പറയുന്നടാ? Under a spreading chestnut tree, the village smithy stands. The smith, a mighty man is he, with large and sinew hands, and the muscles of his brawny arms are strong as iron bands. അല്ലേ, അപ്പൊ ഇതാണ് ആദ്യത്തെ സ്റ്റാൻഡ്സ എന്ന് പറഞ്ഞ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? അണ്ടർ എ സ്പ്രെഡിങ് ചെസ്നട്ട് ട്രീ എന്നാ പറഞ്ഞ അല്ലേ. ചെസ്നട്ട് ട്രീ എന്ന് പറഞ്ഞാൽ എന്താടാ? ഇതാണ് ചെസ്നട്ട് ട്രീ കേട്ടോ. ഇതാണ് ഈ ഇങ്ങനെ മുള്ള് പോലെയുള്ള ഈ പഴങ്ങൾ ഉണ്ടാവുന്ന ട്രീനാണ് നമ്മൾ എന്ത് പറയാ? ചെസ്നട്ട് ട്രീ എന്ന് പറഞ്ഞ. സോ ഇതിങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടെ എന്നുള്ള അല്ലെ. ഈ ഒരു ട്രീ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ താഴെയാണ് ഈ സ്മിത്തിന്റെ അല്ലെ, ഈ ബ്ലാക്ക് സ്മിത്തിന്റെ സ്മിതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആലയം ഉള്ളത് എന്നാണ് പറയുന്നത്. ദ വില്ലേജ് സ്മിതി സ്റ്റാൻഡ്സ്, ആ വില്ലേജ് സ്മിത്തിന്റെ അല്ലെ ഒരു ആലയം, ശരിക്കും ഒരു ഷെഡ് അവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് എന്നുള്ള. അണ്ടർ ഈ ചെസ്നട്ട് ട്രീ. സോ ദ സ്മിത്ത്, എ മൈറ്റി മാൻ ഈസ് ഹി, വിത്ത് ലാർജ് ആൻഡ് സിന്യൂ ഹാൻഡ്സ്. അദ്ദേഹത്തിന്റെ കൈകളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ്? അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. സോ അദ്ദേഹത്തിന്റെ കൈകളൊക്കെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലെ. വിത്ത് ലാർജ്, നല്ല വലിയ, ആൻഡ് സിന്യൂ ഹാൻഡ്സ് എന്നാ പറഞ്ഞത് അല്ലെ. നല്ല പവർഫുൾ ആയിട്ടുള്ള ഹാൻഡ്സ് ആണ് അദ്ദേഹത്തിന് എന്നുള്ള, നല്ല മസിൽസ് ഒക്കെ ഉള്ളതാണ്. സോ ആൻഡ് ദ മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആംസ്. ബ്രൗണി ആംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇത് ഇവിടെ ബ്രൗണി എന്നല്ല കേട്ടോ പറഞ്ഞേ, ഇവിടെ ബ്രൗണി ആംസ് എന്നാ പറഞ്ഞേ. അഥവാ മസ്കുലാർ പവർഫുൾ ആയിട്ടുള്ള ആംസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കൈകൾ അല്ലെ, ബ്രൗണി ആംസ് എന്നുള്ളതൊക്കെ എന്താണ്? അതിന്റെ മസിൽസിനൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അത് എന്തിന്റെ പോലെയാണെന്നാ പറഞ്ഞേ? എന്തിന്റെ പോലെയാണടാ? ആർ സ്ട്രോങ്, വളരെ സ്ട്രോങ് ആണ്. ആസ് അയൺ ബാൻഡ്സ്, ഇരുമ്പിന്റെ അല്ലെ, ഇരുമ്പിന്റെ ബാൻഡ് പോലെ അത്രയും സ്ട്രോങ് ആണ് അദ്ദേഹത്തിന്റെ കൈകൾ എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആംസ്, അദ്ദേഹത്തിന്റെ ഹാൻഡ്സ് ഒക്കെ വളരെ പവർഫുൾ ആണ്. ലൈക്ക് എ അയൺ ബാൻഡ്, അയൺ ബാൻഡിന്റെ പോലെ അല്ലെ, അയൺ ബാൻഡ്സിന്റെ പോലെയാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് സ്റ്റാൻഡ്സ. നോക്ക്, ദ പോയറ്റ് ടോക്സ് അബൌട്ട് എ പേഴ്സൺ, ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ് പോയറ്റ് പറയുന്നത് അല്ലെ. ആരാണ് ആ വ്യക്തി എന്നുള്ളതാണ്? ആരായിരുന്നു? നമ്മുടെ ബ്ലാക്ക് സ്മിത്ത് ആണ്. സോ ദ ബ്ലാക്ക് സ്മിത്ത് ഓഫ് കോഴ്സ് അല്ലെ, ബ്ലാക്ക് സ്മിത്ത് തന്നെയാണ്. സോ ഹു ഈസ് സ്ട്രോങ്, ആൾ
ആള് ഭയങ്കര സ്ട്രോങ് ആണ്. ആൻഡ് ഹി സ്റ്റാൻഡിങ് അണ്ടർ ദ ചെസ്റ്റ്നട്ട് ട്രീ അല്ലെ, ആൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്, ഈ ചെസ്റ്റ്നട്ട് ട്രീന്റെ അടിയിലാണ് എന്നുള്ളതാണ്. സോ ഹിസ് ഹാൻഡ്സ് ആർ സ്ട്രോങ്, അദ്ദേഹത്തിന്റെ കൈകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആ. ആൻഡ് ദെൻ യൂസിൽ ദ പോയറ്റ് യൂസസ് എ സിമിലെ. അപ്പൊ ഇവിടെ ശരിക്കും പോയറ്റ് എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു സിമിലെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് ഇവിടെ സിമിലെ എന്ന് പറയാൻ കാരണം, നോക്ക് ഇവിടെ ആസ് കണ്ടോ മക്കളെ, ആസ് കണ്ടില്ലേ, ഇവിടെ എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ മസിൽസ് അല്ലെ, ആംസിന്റെ മസിൽസ് ഒക്കെ അദ്ദേഹത്തിന്റെ കൈകളുടെ സ്ട്രോങ്നെസ്സിനെ ഇവിടെ കമ്പയർ ചെയ്തിട്ടുണ്ട് എന്തായിട്ട്, ആസ് അയൺ ബാൻഡ്സ്, അയൺ ബാൻഡ്സിന്റെ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെന്തിന്റെ എക്സാമ്പിൾ ആണ്, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ സിമിലി, സിമിലിക്ക് എക്സാമ്പിൾ അല്ലേ. കാരണം നമ്മൾ സിമിലി ഒരുപാട് പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. ടീച്ചർ എല്ലാ ലൈവിലും പറയുന്ന ഒരു കാര്യമാണ് എന്താണ് സിമിലി, എന്താണ് മെറ്റഫർ എന്നുള്ളത്. അഥവാ സിമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് അല്ലെ. when we compare two different things by using like or as, like അല്ലെങ്കിൽ as യൂസ് ചെയ്തിട്ട് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള തിങ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നതിനാണ്. സോ ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ആസ് ഇവിടെ കാണുന്നുണ്ട് അല്ലെ, ലൈക്ക് അല്ല പകരം ആസ് ആണ്. സോ ഇവിടെ പോയിന്റ് എന്തും യൂസ് ചെയ്തിട്ടുണ്ട്, സിമിലി യൂസ് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞല്ലേ, അയൺ ബാൻഡ്സ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ അല്ലേ. ഓക്കെ, സോ സ്റ്റാൻസ 1 സെറ്റ് ആയോ പറയും. സ്റ്റാൻസ 1 സെറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇനി സ്റ്റാൻസ 2ലേക്ക് കടക്കും. ഓക്കെ, യെസ് 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 പറയ്. സ്റ്റാൻസ 1 സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് തീയൊക്കെ ഇട്ട് ഒന്ന് നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് ഉഷാറാക്ക്. യെസ്, സോ ഇനി നമ്മൾ പറയാൻ പോവാണ് സ്റ്റാൻസ 2 കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ സ്റ്റാൻസയിലാക്കാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. സോ ഇവിടെ എന്താ പറയുന്നടാ, ഹിസ് ഹെയർ ഇസ് ക്രിപ്സ് അല്ലെ, അദ്ദേഹത്തിന്റെ ഹെയർ ഒക്കെ എന്താണ് ഭയങ്കര ക്രിസ്പ് ആണ് എന്നാ പറഞ്ഞത്. ക്രിസ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറയല്ലേ, ഫുഡൊക്കെ കഴിച്ചാൽ നമ്മൾ പറയും ഇത് ഭയങ്കര ഇതാണ്, ഇത് ക്രിസ്പി ആണ് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഭയങ്കര ചടുലമായതാണ് അദ്ദേഹത്തിന്റെ ഹെയർ എന്നുള്ളതാണ്. ആൻഡ് ബ്ലാക്ക് അല്ലെ, നല്ല ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് മാത്രല്ല, ആൻഡ് ലോങ്, നല്ല നീളമുണ്ട്, നല്ല നീണ്ട നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ബ്ലാക്ക് കളറാണ് അദ്ദേഹത്തിന്റെ ഹെയർ എന്നാണ് കേട്ടോ. ആൻഡ് ഹിസ് ഫേസ് ഈസ് ലൈക്ക് ദ ടാൻ, പക്ഷെ അദ്ദേഹത്തിന്റെ ഫേസ് ഒക്കെ എന്തായിട്ടുണ്ടാ, ടാൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഇടും അല്ലെ, സൺസ്ക്രീൻ ഒക്കെ ഇടും എന്തിന്, ടാൻ അടിക്കാതിരിക്കാന് അല്ലെ. എന്താണ് കാരണം, ഭയങ്കരമായിട്ട് സൺലൈറ്റ് ഒക്കെ അടിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ എന്തെങ്കിലും കരിവാളിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വില്ലേജ് ബ്ലാക്ക് സ്മിത്തിന് എന്ത് ചെയ്യുന്നില്ല, സൺസ്ക്രീൻ ഒന്നും ഇടുന്നില്ല. ആള് നന്നായിട്ട് എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സൺലൈറ്റ് ഇങ്ങനെ അടിച്ച് അദ്ദേഹത്തിന്റെ ഫേസ് ഒക്കെ എന്തായിട്ടുണ്ട്, ടാൻ ആയിട്ടുണ്ട് എന്നാ പറഞ്ഞല്ലേ, കുറച്ച് ഡാർക്ക് കളർ ആയിട്ടുണ്ട്. സോ ഹിസ് ബ്രൗ ഈസ് വെറ്റ് വിത്ത് ഹാർഡ് സ്വെറ്റ്. ഇവിടെ എന്താ പറഞ്ഞേ, അദ്ദേഹത്തിന്റെ എന്താണ്, പിരുകത്തിന്റെ ആ ഭാഗമൊക്കെ അല്ലേ, അദ്ദേഹത്തിന്റെ നെറ്റിന്റെ ഈ ഭാഗമൊക്കെ എന്തായിട്ടുണ്ടടാ, വെറ്റ് അല്ലെ. വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നനഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞ കേട്ടോ. നനഞ്ഞിട്ടുണ്ടോ വിത്ത് ഹോണസ്റ്റ് സ്വെറ്റ്. ഹോണസ്റ്റ് സ്വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സത്യസന്ധമായിട്ടുള്ള വിയർപ്പിനാലേ എന്നാണല്ലേ. വിയർപ്പ് ഉണ്ട് ഇവിടെ മൊത്തം. ആ വിയർപ്പിനെ എന്ത് വിയർപ്പ് എന്നാ പറഞ്ഞേ, ഹോണസ്റ്റ് ആയിട്ടുള്ള സ്വെറ്റ് ആണ് എന്നാ പറഞ്ഞല്ലേ. ഹോണസ്റ്റ് ആയിട്ടുള്ള സ്വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹം അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അദ്ദേഹം വേറെ ഒന്നും മോശമായിട്ടുള്ള കാര്യമൊന്നും അല്ലേ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ എന്താണ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ അത്രയും ട്രൂത്ത്ഫുൾ ആണ് എന്നുള്ള അല്ലെ, സത്യസന്ധമായിട്ടാണ് അദ്ദേഹം ഏൺ ചെയ്യുന്നത്. അദ്ദേഹം അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയർപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഹോണസ്റ്റ് ആയിട്ടുള്ള സ്വെറ്റ് എന്നിവിടെ പോയിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതിനാൽ അദ്ദേഹത്തിന്റെ നെറ്റിയൊക്കെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നനഞ്ഞിട്ടുണ്ട്. ഹി ഏൺസ് വാട്ട് എവർ ഹി ക്യാൻ, അദ്ദേഹം സമ്പാദിക്കുന്നുണ്ട് അല്ലെ, ഏൺ ചെയ്യുന്നുണ്ട്. എന്താ ഏൺ ചെയ്യുന്നത്, വാട്ട് എവർ ഹി ക്യാൻ, അദ്ദേഹത്തിന് എന്താണോ കഴിയുന്നത് അല്ലെ, അദ്ദേഹത്തിന് കഴിയുന്നതൊക്കെ അദ്ദേഹം സമ്പാദിക്കുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് ലുക്സ് ദ whole world in the face, for he owes not any man. അതേ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ആൻഡ് ലുക്സ് ദ ഹോൾ വേൾഡ് ഇൻ ദ ഫേസ് അല്ലെ, അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് കാണാൻ പറ്റുന്ന പറഞ്ഞത്, നമുക്ക് ലോകം മൊത്തം അദ്ദേഹത്തിന്റെ മുന്നിൽ കാണാൻ പറ്റുന്നുള്ള. കാരണം അദ്ദേഹം എന്താണ്, അദ്ദേഹം നോക്കി കാണുന്നത് ആ രീതിയിൽ അത്രയും പ്രൗഡോട് കൂടിയിട്ടാണ്. അദ്ദേഹം ആരോടല്ലേ ഓ ചെയ്യാന്ന് പറഞ്ഞ എന്താണ്, ഓ എന്ന് പറഞ്ഞ എന്താണടാ, കടപ്പാട് എന്നുള്ള കേട്ടോ. അദ്ദേഹത്തിന് ആരോടും ഒരു എന്താണ് കടപ്പാടും ഇല്ല എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ്, അദ്ദേഹം ആരോടൊന്നും വാങ്ങലില്ല. അദ്ദേഹത്തിന് എന്താണോ ഏൺ ചെയ്യാൻ പറ്റുന്നത് അല്ലെ, സമ്പാദിക്കാൻ പറ്റുന്നത് അത് അദ്ദേഹം സമ്പാദിക്കുന്നുണ്ട്. അദ്ദേഹം ആരോടൊന്നും ബോറോ ചെയ്യുന്നില്ല, കടം വാങ്ങുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആരോടും ഒരു രീതിയിലുള്ള കടമയോ കടപ്പാടോ ഒന്നും ആർക്കില്ല, നമ്മുടെ ബ്ലാക്ക് സ്മിത്തിന് ഇല്ല എന്നുള്ളതാണ് അല്ലെ. ആരോടും ഒരു അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. സോ ഇവിടെ എന്തൊക്കെയാ നമുക്ക് പറയാടാ,
Longfellow gives us a further description of the person. അല്ലെ, നമുക്ക് എന്താണ് രണ്ടാമത്തെ സ്റ്റാൻജയില് ലോങ്ഫെല്ലോ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? നമ്മുടെ യെസ് ഈ ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു? He tells us that the blacksmith has long, നല്ല നീണ്ട and black and crisp hairs ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, നല്ല ആ ഒരു ഹെയർ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? He told about the face അല്ലെ, ഫേസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫേസ് എങ്ങനെയാണ്? which is tan, നല്ല കുറച്ച് എന്താണ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അല്ലെ, ഇരുണ്ടിട്ടുണ്ട്. and the blacksmith brow is wet, അദ്ദേഹത്തിന്റെ നെറ്റൊക്കെ എന്താണ് ഈ പിരികൊക്കെ ഭയങ്കരമായിട്ട് വെറ്റാണ്. with honest sweat, നല്ല എന്താണ് സത്യസന്ധമായിട്ടുള്ള വിയർപ്പിനാല് അത് നനഞ്ഞിട്ടുണ്ട്. and he earns only what he can, അദ്ദേഹത്തിന് എന്താണോ കഴിയുന്നത് അല്ലെ അതാണ് അദ്ദേഹം ഏൺ ചെയ്യുന്നത്, അദ്ദേഹം സമ്പാദിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. the part is hinting at the honesty. so അദ്ദേഹം അല്ലെ ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ honest sweat എന്നൊക്കെ പറയുന്നതിനോട് ശരിക്കും പോയിട്ട് എന്താ സൂചിപ്പിക്കുന്നതെന്ന് അറിയോ? അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ് എന്നുള്ളതാണ്. and satisfaction of blacksmith, അദ്ദേഹത്തിന്റെ സംതൃപ്തിയും കൂടിയാണ്. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് എത്രത്തോളം കഴിയുന്നുണ്ടോ അല്ലെ, വാട്ട് എവർ ഹി ക്യാൻ, അദ്ദേഹത്തിന് എന്താണോ കഴിയുന്നത് അത് അദ്ദേഹം ഏൺ ചെയ്യുന്നുണ്ട്, അദ്ദേഹം സമ്പാദിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? we can see the satisfaction of village blacksmith അല്ലെ, ആ വില്ലേജ് ബ്ലാക്സ്മിത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. and he doesn't borrow from anyone because he earns as per his capacity. എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം ആരോടും ഒന്നും ബോറോ ചെയ്യാറില്ല അല്ലെ, ഒന്നും കടം വാങ്ങാറില്ല എന്നുള്ളതാണ്. കാരണം he earns as per his capacity, അദ്ദേഹത്തിന് ഒരു കഴിവുണ്ട് അല്ലെ, ആ കഴിവിനനുസരിച്ചിട്ട് അദ്ദേഹം ഏൺ ചെയ്യുന്നുണ്ട്. and doesn't demand more, അദ്ദേഹം അതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹം ആവശ്യപ്പെടുന്നില്ല, ഡിമാൻഡ് ചെയ്യുന്നില്ല. and he is not greedy, ഇവിടെ നമുക്ക് എന്തും കൂടി കാണാൻ പറ്റുന്നുണ്ട്, അദ്ദേഹം ഗ്രീഡി അല്ല എന്ന് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അദ്ദേഹം ഉള്ളതുകൊണ്ട് അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണ്, അദ്ദേഹത്തിന് പറ്റുന്ന അത്ര അദ്ദേഹം ഏൺ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? അത്യാർത്ഥി ഇല്ല, അദ്ദേഹത്തിന് ഗ്രീഡിനെസ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ വാക്ക് നമ്മൾ മറക്കരുത് കേട്ടോ. ഗ്രീഡി എന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്ക്, ആൻഡ് എ പേഴ്സൺ ഹു ഡസന്റ് owe to anyone can live a life happy and glee. അദ്ദേഹം എങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള വ്യക്തിയാണ്? അദ്ദേഹത്തിന് ആരോടും ഒരു കടപ്പാടും ഇല്ല എന്നത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ he can live a happier life, അദ്ദേഹത്തിന് നല്ല സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാവും അല്ലെ. കാരണം ഒരുപാട് കടപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു പീസ് ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. കാരണം അവന് 10,000 കൊടുക്കാറുണ്ട്, ഇവന് 50,000 കൊടുക്കാറുണ്ട്, ആ ഒരു ചിന്ത ഉണ്ടാവും നമുക്ക് അല്ലെ. നമ്മുടെ തോട്ട്, നമ്മുടെ ചിന്ത വല്ലാണ്ട് അങ്ങോട്ട് മാറും. പക്ഷെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലൈഫ് ഭയങ്കര പീസ്ഫുൾ ആണ്, ഹാപ്പിയർ ആണ് എന്നുള്ളതാണ്. സോ ദ എക്സ്പ്രഷൻ അല്ലെ, ഏത് എക്സ്പ്രഷൻ ആണ്? നോക്ക്, ലുക്സ് ദ ഹോൾ വേൾഡ് ഇൻ ദ ഫേസ് എന്ന് നമ്മൾ ഇവിടെ കണ്ടു അല്ലെ. ഇവിടെ നോക്ക്, ഈ ലൈൻ കണ്ടല്ലോ, ഈ ലൈനിൽ എന്താ പറയുന്നത് എന്നുള്ളതാണ്. മീൻസ് ടു ടെൽ ദാറ്റ് എന്താ പറയുന്നത്? എ പേഴ്സൺ ഹു ഈസ് ഹോണസ്റ്റ് അല്ലെ, ഒരു വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നോട്ട് ഗ്രീഡി അല്ലെ, ആർക്കും ഒരു അത്യാർത്ഥ്യവും ഇല്ല. ആൻഡ് ഡസന്റ് ബോറോ അൺനെസസറിലി, ആവശ്യമില്ലാതെ ആരോടും ഒന്നും കടം വാങ്ങില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് അല്ലെ ക്യാൻ ബി ഈക്വൽ വിത്ത് എവരിവൺ ഇൻ ടേംസ് ഓഫ് ട്രീറ്റ്മെന്റ്, എല്ലാരെയും ഒരേപോലെ ആക്കി ട്രീറ്റ് ചെയ്തൂടെ? കാരണം എന്താണ്? നമുക്കിപ്പോ ഈ ആള് എനിക്ക് എല്ലാം തരുന്നുണ്ട്, അപ്പൊ എന്ത് ചെയ്യും? ഞാൻ എന്തായാലും ആളെ കുറച്ചൊന്നും എന്ത് ചെയ്യണം, പരിഗണിക്കണം, വേണ്ടേ? പരിഗണിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ആർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആളൊക്കെ പരിഗണിക്കണം. അപ്പൊ അതൊന്നല്ല, ഞാൻ എല്ലാവരോടും ഒരേപോലെയാണ്, ഞാൻ ആരോടൊന്നും വാങ്ങലൊന്നുമില്ല, ഞാൻ ഉള്ള അല്ലെ മാക്സിമം എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെഷ്യൽ പരിഗണന എന്ത് ചെയ്യണ്ട, ഇവിടെ ഈ ആൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹി ക്യാൻ ട്രീറ്റ് എവരിവൺ ഈക്വലി, എല്ലാ ആളെയും ഒരേപോലെ അല്ലെ, പൂർണ്ണ ബഹുമാനത്തോടു കൂടി പൂർണ്ണ സ്നേഹത്തോടു കൂടി തന്നെ എല്ലാവരെയും അദ്ദേഹത്തിന് ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, യെസ്. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റാൻജയിൽ പറയുന്നത്. സെറ്റ് അല്ലേ? രണ്ടാമത്തെ സ്റ്റാൻജ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. എന്ത് മനസ്സിലാക്കിയാൽ മതിയോ ഇതിലല്ലേ? അദ്ദേഹം എങ്ങനെയുള്ള മനുഷ്യനാണ് എന്നുള്ളതാണ്. ഹി ഏൺ മാക്സിമം അല്ലെ, അദ്ദേഹം മാക്സിമം ഏൺ ചെയ്യുന്നുണ്ട് ആസ് പെർ ഹിസ് കപ്പാസിറ്റി, അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് എന്നുള്ളതാണ്. ആൻഡ് ഹി ഡിഡ്ന്റ് ഹാവ്, അദ്ദേഹത്തിന് എങ്ങനെയുള്ള ഒരു എന്തില്ല, സ്വഭാവമില്ല അല്ലെ, അതായത് ബോറോയിങ്, കടം വാങ്ങുന്ന തരത്തിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡിൽ വെക്കാം. സോ ഇനി നമ്മൾ എന്താണ്, സ്റ്റാൻസ 3ലേക്ക് പോവാണ്. ഓക്കെ, യെസ്. ഓക്കെ, സോ സ്റ്റാൻസ 3ലേക്ക് പോവാണ് കേട്ടോ. സോ ഇവിടെ എന്താ പറയുന്നത്? Week in, week out, from morn till night, you can hear his bellows blow. You can hear swing his heavy sledge with measured beat and slow, like a sexton ringing the village bell when the evening sun is low. ഇവിടെ എന്താ പറയുന്നടാ?
വീക്ക് ഇൻ വീക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഏത് ദിവസം ആയിക്കോട്ടെ, ആഴ്ചയിലെ എല്ലാ ദിവസവും എന്നുള്ളതാണ് വീക്ക് ഇൻ വീക്ക് ഔട്ട്. ഏത് ദിവസം എന്താണ്? ഫ്രം മോർണിംഗ് ടിൽ നൈറ്റ്, മോർണിംഗ് മുതൽ നൈറ്റ് വരെ അല്ലെ, ഏകദേശം എന്താണ് ആ ഒരു സന്ധ്യാസമയം വരെയൊക്കെ എന്താണ്? യു ക്യാൻ ഹിയർ ഹിസ് ബെല്ലോസ് ബ്ലോ. ബെല്ലോസ് ബ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്ത് കേൾക്കാൻ പറ്റും എന്നുള്ള പറഞ്ഞത്. എടാ ബെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെല്ലോ എന്ന് പറഞ്ഞാൽ അല്ലെ ഈ ഒരു സെറ്റപ്പ് ആണ്. കാരണം അവർക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ തീ കത്തിക്കണം അല്ലെ. യെസ്, നമുക്ക് ഈ ബ്ലാക്ക് സ്മിത്ത് ഇങ്ങനെ തീ കത്തിക്കുന്ന കാണാൻ പറ്റും. അപ്പൊ ആ ഒരു സെറ്റപ്പിനാണ് നമ്മൾ എന്ത് പറയാ? ഈ ബെല്ലോ എന്ന് പറയാ. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലോ ചെയ്യുന്ന അല്ലെ, കാറ്റിങ്ങനെ എന്താണ് ഫൂ എന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു സൗണ്ട് ഉണ്ടാവും ഈ തീ ഇങ്ങനെ കത്തുമ്പോ. അപ്പൊ ആ വലിയ ഒരു സൗണ്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും അവിടുന്ന് എന്നുള്ളതാണ്. ആൻഡ് യു ക്യാൻ ഹിയർ സ്വിങ് ഹിസ് ഹെവി സ്ലെഡ്ജ്. എന്താണ്? ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്ലെഡ്ജ് അല്ലെ. സ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഹാമറിനാണ് കേട്ടോ. ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഈ ഹാമർ ഉപയോഗിച്ചിട്ടാണ് ഇതിങ്ങനെ അടിക്കുക. അപ്പൊ അതിന്റെ അല്ലെ അതിങ്ങനെ സ്വിങ് ചെയ്യുന്നതിന്റെ ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. വിത്ത് മെഷേർഡ് ബീറ്റ് ആൻഡ് സ്ലോ ലൈക്ക് എ സെക്ഷൻ റിംഗിങ് ദ വില്ലേജ് ബെൽ. കപ്യാരല്ലേ, കപ്യാർ ഇങ്ങനെ എന്ത് ചെയ്യും? ഇപ്പൊ ചേർച്ചിലൊരു ഒഫീഷ്യൽ ആണല്ലേ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവരെയാണ് ഈ വില്ലേജ് ബെല്ല്. വില്ലേജ് ബെല്ല് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇതിങ്ങനെ എന്താണ് അടിക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ട് ഉണ്ടാവും. അതേപോലെയാണ് ഈ ബ്ലാക്ക് സ്മിത്തിന്റെ അവിടെ നിന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം അതിനൊരു പ്രത്യേക എന്തുണ്ടെന്നാ പറഞ്ഞ ബീറ്റ് ആൻഡ് സ്ലോ എന്ന് പറഞ്ഞല്ലോ. അതായത് ഒരു താളം ഉണ്ടാവും എപ്പോഴും ഇങ്ങനെ ടിനി അങ്ങനല്ല, അങ്ങനെ ടിൻ ഒരു പ്രത്യേക ഒരു താളം പോലെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുക എന്നുള്ള. വെൻ ദ ഈവനിങ് സൺ ഈസ് ലോ അല്ലെ, ആ ഒരു സന്ധ്യാസമയം വരെ നമുക്ക് ആ ഒരു ശബ്ദം കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും കേട്ടോ. എന്താണ് ബെല്ലോ എന്ന് പറഞ്ഞാല്, എന്താണ് ഫോർജ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഫോർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ആലയത്തിനാണ് പറയാ കേട്ടോ. ദ വർക്ക്ഷോപ്പ് ഓഫ് എ ബ്ലാക്ക് സ്മിത്ത്. അഥവാ ഈ ബ്ലാക്ക് സ്മിത്ത് ഈ ഒരു സംഭവം ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെ, അദ്ദേഹത്തിന് ആ പണികളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവും. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയാ? ഫോർജ് എന്ന് പറയാം. എന്നാൽ സ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ അതല്ല. സ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്ന ഈ ഹാമറിനാണ് പറയാ കേട്ടോ. അപ്പൊ അത് എന്ത് ചെയ്യണം? നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നോക്കൂ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് സ്മിത്ത് മോർണിംഗ് മുതൽ ഈവനിങ് വരെ അവരുടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല അവരുടെ അല്ലെ ഈ ഒരു സ്ലെഡ്ജ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു സൗണ്ട് എന്തിനു പോലെയാണ്? ലൈക്ക് ദ വില്ലേജ് ബെൽ, വില്ലേജ് ബെല്ലിന്റെ പോലെയാണ് എന്നുള്ളതാണ്. ആൻഡ് എ പേഴ്സൺ ക്യാൻ ഓൾവേസ് ഹിയർ ഹിസ് ബെല്ലോസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ നിന്നുള്ള ആ ബെല്ലോസ് എന്നുള്ള ആ ഒരു സൗണ്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള അല്ലെ. ആൻഡ് ദിസ് ഗോസ് ഓൺ എവറി ഡേ. എല്ലാ ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ള. ഓക്കെ അല്ലേ? യെസ്. സോ സ്റ്റക്ക് ആയിനടാ? ഇല്ലല്ലോ. ഓക്കെ, സോ നൗ വി ആർ ഡിസ്കസിങ് സ്റ്റാൻസ 4. അപ്പൊ ഇനി എന്താണ്? നമ്മൾ സ്റ്റാൻസ 4 ഡിസ്കസ് ചെയ്യാണ് കേട്ടോ. ഓക്കെ അല്ലേ? സോ സ്റ്റാൻസ 4 നല്ല അടിപൊളിയായിട്ടുള്ള നിങ്ങളൊക്കെ പറ്റി പറയും പോലെയുള്ള ഒരു എന്താണ് ഒരു സ്റ്റാൻസയാണ് കേട്ടോ. സോ ഇവിടെ എന്താ പറയുന്നത്? ആൻഡ് ചിൽഡ്രൻ കമ്മിങ് ഹോം ഫ്രം സ്കൂൾ looking at the open door, they love to see the flaming forge and hear the bellows roar and catch the burning sparks that fly like chaff from a threshing floor. ഇവിടെ എന്താ പറഞ്ഞേ? And children coming home from school അല്ലെ, കുട്ടികൾ ഉണ്ടാവില്ല. ആ വില്ലേജ് കുറെ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ആ കുട്ടികളെ ഇവിടുന്നാണ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അല്ലെ, വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ലുക്കിംഗ് അറ്റ് ദ ഓപ്പൺ ഡോർ. ഈ വില്ലേജ് ബ്ലാക്ക് സ്മിത്തിന്റെ അല്ലെ അവരുടെ ആ ഒരു ഷെഡിന്റെ എന്താണ് ഡോറൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു ഓപ്പൺ ആക്കിയിട്ടുള്ള അല്ലെ ഈ ഡോർന്ന് നോക്ക്, ഇവിടെ നോക്ക്, കുറച്ച് കുട്ടികൾ ഇങ്ങനെ നോക്കുന്നില്ലേ? ഇതേപോലെ എന്താണ് ഇവരിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുമോ എന്നുള്ളതാണ്. എന്നിട്ട് എന്തിനാണ് ഇവർ നോക്കി നിൽക്കുന്നത്? ദേ ലവ് ടു സീ ദ ഫ്ലേമിംഗ് ഫോർജ്. അവർ ആ അല്ലെ ആ ഫോർജിൽ നിന്ന് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ കത്തുന്നുണ്ടാവും. ആ കത്തുന്നത് കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. they love to see the flaming forge. അത് മാത്രല്ല and hear the bellows roar. ആ ബെല്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കത്തിക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ആണല്ലേ, ഹീറ്റ് ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പ് ആണ്. അപ്പൊ ആ സെറ്റപ്പ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു റോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സൗണ്ട് ഇവർക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അത് ഇവർക്ക് കേൾക്കണം. ആൻഡ് അതേപോലെ തന്നെ പിന്നെന്താണ് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം അല്ലെ? ആൻഡ് catch the burning sparks that fly. എന്താണ്? യെസ്, ഇവരിങ്ങനെ അടിക്കുന്ന സമയത്തൊക്കെ അല്ലേ അവിടുന്ന് ഭയങ്കരമായിട്ട് തീപ്പരി ഇങ്ങനെ അല്ലെ, സ്പാർക്സ് ഓഫ് ഫയറിന്റെ തീന്റെ സ്പാർക്സ് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നുണ്ടാവും, പാറി നടക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ? ഇങ്ങനെ പിടിക്കുന്ന പോലെ അല്ലെ, ഇവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഇങ്ങനെ കാണാൻ തീപ്പരി ഇങ്ങനെ പാറുന്നത്. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിട്ട് കുട്ടികൾ അവിടെ ഇങ്ങനെ നിൽക്കും എന്ന് വൈകുന്നേരം. ഓക്കെ, സോ ലൈക്ക് chaff from a threshing floor. അപ്പൊ ഈ ഫയറിന്റെ സ്പാർക്സിന് എന്തായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്ത് നോക്ക്? ലൈക്ക് chaff
ഫ്രം എ ത്രഷിംഗ് ഫ്ലോർ. ത്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്താണ് ഈ ഇങ്ങനെ അല്ലെ മെതിക്കും, അല്ലെ മെതിക്കൂലെ, നിലത്തിട്ടിട്ട് ഫ്ലോറിലിട്ടിട്ട് ഇങ്ങനെ മെതിക്കും, ത്രഷ് ചെയ്യും. അപ്പൊ ആ സമയത്ത് എന്താണ് കുറച്ച് എന്താണ് ഈ ഉമിയൊക്കെ ഉണ്ടാവില്ലേ, ഹസ്ക് എന്ന് പറയും അല്ലെ. അപ്പൊ ആ ഹസ്ക് വേർതിരിയുന്നത് പോലെയാണ് ഇങ്ങനെ എന്ത് ചെയ്യും, ഈ ഹസ്ക് എങ്ങനെയാണോ ഇങ്ങനെ വീഴുന്നത് അല്ലെ, വീഴുന്ന അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫയറിന്റെ സ്പാർക്സ് അവർക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ അത് ക്യാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ. അപ്പൊ അവരുടെ ആ ഒരു ക്യൂരിയോസിറ്റിനെ പറ്റിയിട്ടൊക്കെയാണ് ഇവിടെ പറഞ്ഞത് അല്ലെ, എത്രത്തോളം അവർക്ക് ഇഷ്ടമുണ്ട് അവർക്ക് ഈ ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ വർക്ക് കാണാന്, അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള അല്ലെ love to hear the sounds, ആ ഒരു ശബ്ദം കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ they love to catch the sparks of that fire, ആ ഒരു ഫയറിന്റെ അല്ലേ അതിന്റെ സ്പാർക്സ് ഒക്കെ പിടിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അവർ അവിടെ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റാൻസ 5. സ്റ്റാൻസ 5 എന്താ പറയുന്നത് നോക്ക്. യെസ്, എന്താ അവിടെ പറയുന്നത്? He goes on Sundays to the church and sits among his boys. He hears the parson pray and preach. He hears his daughter's voice singing in the village choir, and it makes his heart rejoice. ഇവിടെ എന്താ പറഞ്ഞേ? He goes on Sunday to the church അല്ലെ. അദ്ദേഹം എല്ലാ സൺഡേയിലും എങ്ങോട്ട് പോകും എന്നുള്ളതാണ്? ചർച്ചിലേക്ക് പോകും, പള്ളിയിലേക്ക് പോകും അല്ലെ. നമ്മൾ ബ്ലാക്ക് സ്മിത്ത് ഞായറാഴ്ച വേറൊരു പണിയൊന്നുമില്ല, എന്തായാലും അദ്ദേഹം എങ്ങോട്ട് പോകും? ചർച്ചിലേക്ക് പോകും എന്നുള്ള. എന്നിട്ട് എന്താ ചെയ്യാ? ആൻഡ് സിറ്റ്സ് എമംഗ് ഹിസ് ബോയ്സ് അല്ലെ. അദ്ദേഹത്തിന്റെ എന്താണ് ആ ഒരു ആൺകുട്ടികളുടെ ഒക്കെ ഇടയിൽ അദ്ദേഹം ഇരിക്കും. എന്നിട്ടോ he hears the parson pray and preach അല്ലെ. അവിടുത്തെ എന്താണ് ആ ക്ലർജി മെമ്പേഴ്സ് ഉണ്ടാവും അല്ലെ, പുരോഹിതന്മാർ, പള്ളിയിലച്ചന്മാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെന്താണ് പ്രേ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നതും അതേപോലെ തന്നെ അവർ പ്രീ ചെയ്യുന്നതും അവർ പ്രസംഗിക്കുന്നതൊക്കെ ഇങ്ങനെ കേൾക്കും. അവിടെ ഇരുന്നിട്ട് ചർച്ചിൽ ഇരുന്നിട്ട് അതൊക്കെ കേൾക്കും എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യും? he hears his daughter's voice, തന്റെ മകളുടെ ശബ്ദം അദ്ദേഹം കേൾക്കും എന്നുള്ളതാണ്. ഓക്കെ, ശബ്ദവും അദ്ദേഹം കേൾക്കും. എന്നിട്ട് എന്താണ്? യെസ്, എന്തിന്റെ ശബ്ദം കേൾക്കുന്നത്? സിംഗിങ് ഇൻ ദ വില്ലേജ് choir, അല്ലെ അവരുടെ ആ കൂട്ടത്തില് ആരുണ്ടാവും? തന്റെ മകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ മകളുടെ പാട്ട്, അതിന്റെ വോയിസ് നമ്മുടെ ആളെന്ത് ചെയ്യും? നല്ല അടിപൊളിയായിട്ട് അതിങ്ങനെ കേട്ടിരിക്കും. ആൻഡ് ഇറ്റ് മേക്സ് ഹിസ് ഹാർട്ട് റിജോയ്സ്, അദ്ദേഹത്തിന്റെ ഹാർട്ട് അല്ലെ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? സന്തോഷിപ്പിക്കുന്നുണ്ട്, ഹാപ്പി ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഇത് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. എന്തൊക്കെയാണ്? ദ പാർട്ട് ഈസ് റിലാക്സ്ഡ് ആണ്. ആൻഡ് ഹി ഈസ് ടെല്ലിംഗ് us about the soft side in the heart of the strong blacksmith who goes to attend the church every Sunday with his family അല്ലെ. ഇവിടെ ശരിക്കും നമുക്ക് എന്താ കാണാൻ പറ്റുന്നേടാ? ഇവിടെ ഈ ലൈൻസിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം എന്നും ചർച്ചിലേക്ക് പോകുമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഭയങ്കര പവർഫുൾ ആണ്, അദ്ദേഹത്തിന്റെ ആംസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രോങ് വേർഷൻ ആണ് നമ്മൾ കേട്ടല്ലേ. എന്നാൽ ഇനി അല്ലെ ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ ഒരു വേർഷൻ അല്ല. അദ്ദേഹം എന്താണ് ചർച്ചിലേക്കൊക്കെ പോകുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ മറ്റൊരു വേർഷൻ തന്നെ നമുക്ക് കാണിച്ചു തരാണ് അദ്ദേഹത്തിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള സൈഡ്. അതിനാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ് നോക്ക്. ദ ബ്ലാക്ക് സ്മിത്ത് ഹിയർസ് കെയർഫുള്ളി ദ പ്രീച്ചേഴ്സ് മെസ്സേജ് അല്ലെ. അവരുടെ മെസ്സേജ് ഒക്കെ, പുരോഹിതന്മാരുടെ ആ മെസ്സേജ് ഒക്കെ നല്ല എന്താണ് അടിപൊളിയായിട്ട് തന്നെ ആള് കേൾക്കും. കെയർഫുൾ ആയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ടാണ് കേൾക്കുക. ഹി ലിസൺ ടു പ്രയർ വിത്ത് ജോയ് അല്ലെ. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ പ്രാർത്ഥന കേൾക്കും. ആൻഡ് ഓൾസോ ലവ് ടു ലിസൺ ടു ഹിസ് ഡോട്ടേഴ്സ് വോയിസ് അല്ലെ. തന്റെ മകളുടെ ആ വോയിസ് കേൾക്കുക എന്ന് പറഞ്ഞാൽ ആൾക്ക് എന്താണ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഹു പ്ലേസ് ഇൻ ദ വില്ലേജ് ചോയർ അല്ലെ. ആ വില്ലേജ് ചോയറിൽ നിന്ന് ആലപിക്കുന്ന തന്റെ മകളുടെ വോയിസ് കേൾക്കുന്നൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആൻഡ് ഓൾ ദി സൺഡേ എപ്പിസോഡ് ദ പോയറ്റ് സേസ് മേക്സ് ദ ബ്ലാക്ക് സ്മിത്ത് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്. അപ്പൊ ഈ സൺഡേ എന്ന് പറഞ്ഞാൽ സൺഡേയിൽ അദ്ദേഹം ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എപ്പിസോഡ് പോലെയാണ്, അഥവാ ഒരു പരമ്പര പോലെയാണ്. എല്ലാ സൺഡേയിലും അദ്ദേഹം ഇതാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് പക്ഷെ ആ ഒരു പ്രവൃത്തി അദ്ദേഹത്തെ എന്തൊക്കെ ആക്കുന്നുണ്ടാ? അദ്ദേഹത്തിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്നുണ്ട്, അദ്ദേഹത്തിന് എന്താണ് സംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഹാപ്പിയർ ആക്കുന്നുണ്ട്, സന്തോഷവാനാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ നേരെ കണ്ടിന്യൂവേഷൻ നോക്കുക. യെസ്, സ്റ്റാൻസ 6 എന്താ പറയുന്നത് നോക്ക് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, ഇവിടെ നോക്കൂ. ഇറ്റ് സൗണ്ട്സ് ടു ഹിം ലൈക്ക് ഹെർ മദേഴ്സ് വോയിസ് സിംഗിങ് ഇൻ പാരഡൈസ്. എന്തിനെ പോലെ തോന്നുന്നുണ്ട്? തന്റെ മകളുടെ അല്ലെ, തന്റെ മകളുടെ ആ പാട്ട് കേൾക്കും എന്നൊക്കെ പറഞ്ഞു. വളരെ കെയർഫുൾ ആയിട്ട്, വളരെ ഹാപ്പിയർ ആയിട്ട് ആളത് കേൾക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് എന്തിനെ പോലെ തോന്നുന്നുണ്ട്? ഇറ്റ് സൗണ്ട്സ് ടു ഹിം ലൈക്ക് ഹെർ മദേഴ്സ് വോയിസ്. അവളുടെ അമ്മയുടെ അല്ലെ, അമ്മയുടെ വോയിസ് പോലെ തന്നെ അത് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് എന്നാ പറഞ്ഞത്. സിംഗിങ് ഇൻ പാരഡൈസ്, സ്വർഗത്തിൽ നിന്ന് അവൾ
നമ്മളുടെ അമ്മ അല്ലെ, അമ്മ പാടുന്ന അതേപോലെ തന്നെ ആ ഒരു സൗണ്ടാണ് ശരിക്കും അദ്ദേഹത്തിന് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നേ എന്നുള്ളതാണ്. കാരണം എന്താണ്, അമ്മ ഇല്ല കേട്ടോ, ആ കുട്ടിക്ക് അമ്മ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം എന്താണ്, ഒരു സിംഗിൾ പാരന്റ് ആണ് നമ്മുടെ ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഹി നീഡ്സ് മസ്റ്റ് തിങ്ക് ഓഫ് ഹർ വൺസ് മോർ ഹൗ ഇൻ ദ ഗ്രേവ് ഷീ ലൈസ്. എന്നിട്ട് എന്താണ് അദ്ദേഹം അല്ലെ ആ പാട്ട് കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫിന് ഓർമ്മ വരുന്നുണ്ട്, അഥവാ ഈ ഡോട്ടറുടെ അമ്മയെ ഓർമ്മ വരുന്നുണ്ട്, മകളുടെ അമ്മയെ ഓർമ്മ വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് അല്ലേ, യെസ് ഹി മസ്റ്റ് തിങ്ക് ഓഫ് ഹർ വൺസ് മോർ. അദ്ദേഹം ഒരിക്കൽ കൂടി അവളെ പറ്റി ചിന്തിക്കുകയാണ്. എന്താണ്, ഹൗ ഇൻ ദ ഗ്രേവ് ഷീ ലൈസ്, എങ്ങനെയായിരിക്കും അല്ലെ കല്ലറയിൽ എന്റെ പ്രിയപ്പെട്ടവൾ എങ്ങനെയായിരിക്കും. ആ ഒരു ചിന്ത അദ്ദേഹത്തെ വല്ലാണ്ട് ആ സമയത്ത് വേട്ടയാടുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് വിത്ത് ഹിസ് ഹാർഡ് റഫ് ഹാൻഡ് ഹി വൈപ്സ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ആ ഹാർഡ് ആയിട്ടുള്ള അല്ലെ, കാരണം അദ്ദേഹം അത്രയും പണിയെടുക്കുന്നതിനോട് തന്നെ അദ്ദേഹത്തിന്റെ കൈകൾ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഹാർഡാണ് ആൻഡ് ഭയങ്കര റഫ് ആണ്. എന്നിട്ട് ആ കൈകളോട് അദ്ദേഹത്തിന്റെ ആ ഒരു ടിയേഴ്സ് അല്ലെ, അദ്ദേഹത്തിന്റെ കണ്ണുനീര് അദ്ദേഹം ഇങ്ങനെ അത് ആലോചിച്ചിട്ട് ഇങ്ങനെ തുടക്കാണ് എന്നുള്ളത്, വൈപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. A tear out of his eyes. അദ്ദേഹത്തിന് ആ കണ്ണിന്ന് വന്നിട്ടുള്ള ആ കണ്ണുനീരിനെ അദ്ദേഹം അത് ആലോചിച്ചിട്ട് ഇങ്ങനെ തുടക്കുന്നുണ്ട് എന്നാ പറഞ്ഞേ. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടടാ. Poet tells us that blacksmith feels that the voice of his daughter is just like her mother. നമ്മുടെ ബ്ലാക്ക് സ്മിത്തിന് എന്താ തോന്നുന്നത് എന്നാ പറഞ്ഞേ, അവളുടെ വോയിസ് അവളുടെ അമ്മേനെ പോലെ തന്നെയാണ് എന്നതാണ്. സോ അത് അല്ലെ അദ്ദേഹത്തിന്റെ വൈഫ് എന്താണ്, യെസ് ഹു ഹാസ് ഡൈഡ് അല്ലെ, മരിച്ചിട്ടുണ്ട്. സോ ആസ് ഇഫ് ഷീ ഈസ് സിംഗിങ് ഇൻ ദ ഹെവൻ അല്ലെ, അവള് ഹെവനിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് എന്താണ് പാടുന്ന പോലെയാണ് തോന്നുന്നത് എന്നതാണ്. സോ ദ ബ്ലാക്ക് സ്മിത്ത് തിങ്സ് അബൌട്ട് ഹിസ് വൈഫ് ഇൻ ദ ഗ്രേവ് ആൻഡ് ടീയേഴ്സ് ഫ്ലോ ഔട്ട് ഓഫ് ഹിസ് ഐസ്. തന്റെ ഭാര്യനെ പറ്റിട്ടല്ലേ ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് എന്താണ് ഗ്രേവിൽ എങ്ങനെയാണ് തന്റെ ഭാര്യ എന്നൊക്കെ ആലോചിച്ചിട്ട് കണ്ണുനീർ അദ്ദേഹം തുടക്കാണ്. Okay, so he wipes the tears with his hard and rough hands. തന്റെ ഹാർഡ് ആയിട്ടുള്ള റഫ് ആയിട്ടുള്ള ഹാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് tears തുടക്കുന്നത്. In these lines, the poet seems to suggest that അല്ലെ, ശരിക്കും പോയിറ്റ് ഇവിടെ എന്താ കാണിക്കുന്നത് എന്നുള്ളതാണ്. യെസ് നോക്ക്, the outlook of the blacksmith is hardened. നമുക്ക് കാണുമ്പോ അല്ലെ, പ്രത്യക്ഷമായിട്ട് കാണുമ്പോ എന്താണ്, ബ്ലാക്ക് സ്മിത്ത് ഭയങ്കര സ്ട്രോങ് ആണ്, ആള് ഭയങ്കരമായിട്ട് പണിയൊക്കെ എടുക്കുന്ന ആളാണ്, ഭയങ്കര സ്ട്രോങ് ആണ്, ആ രീതിയിലൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇയാൾക്കുണ്ട് എന്താണ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സൈഡ് അല്ലെ, അയാൾക്കുണ്ട് വിഷമങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. സോ നോക്ക്, ഹി ഓൺസ് എ സോഫ്റ്റ് ഹാർട്ട് വിച്ച് ഹാസ് ഇമോഷൻസ്. വളരെയധികം അല്ലെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ സങ്കടം വന്നിട്ടാണ് അദ്ദേഹം ആ കണ്ണുനീർ തുടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് പോയിറ്റ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് we discuss അല്ലെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് stanza 7 ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ പറയുന്നേടാ, ഇത് സെറ്റ് അല്ലേ? യെസ്. സോ നോക്ക് കേട്ടോ, toiling, rejoicing, sorrowing, onward through life he goes. ഇവിടെ എന്താ പറഞ്ഞേ, ടോയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പഠിച്ചു വെച്ചോ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. വർക്ക് ഹാർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ടോയിലിംഗ് എന്ന് പറയാം. ടോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നതിനാണ് പറയാം. സോ ഇവിടെ ടോയിലിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇയാൾ എന്താ ചെയ്യുന്നത്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ദെൻ റിജോയ്സിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അദ്ദേഹം ഹാപ്പി ആവുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്താവുന്നുണ്ട്, അദ്ദേഹത്തിന് വിഷമം വരുന്നുണ്ട്. അപ്പൊ അധ്വാനിക്കുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്, സോറോ വിഷമം വരുന്നുണ്ട്. ഓൺവേർഡ് ത്രൂ ലൈഫ് ഹി ഗോസ് അല്ലെ, അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെയാണ് പോകുന്നത്. പണിയെടുക്കുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മാറി പോകുന്ന ഒരു ജീവിതമാണ് അദ്ദേഹത്തിന്റെ എന്നുള്ളതാണ്. Each morning sees some task begin. ഓരോ ദിവസം രാവിലെ എണീക്കുന്ന സമയത്തല്ലേ അദ്ദേഹത്തിന് എന്താ തോന്നുന്നത്, ഇന്ന് എന്തൊക്കെയോ കുറെ ടാസ്ക് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. Each evening sees it close. ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോ അല്ലെ, ഓരോ ദിവസം വൈകുന്നേരം ആകുമ്പോഴും അത് തീർത്ത ആ ഒരു സംതൃപ്തിയാണ് എന്നുള്ള, അത് തീരും. രാവിലെ തുടങ്ങുമ്പോ ഇന്ന് ഇത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരു ടാസ്കോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. ഈവനിങ് ആകുമ്പോത്തിന് ഇറ്റ് ക്ലാസ്, അത് ക്ലോസ് ആവുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. സോ സംതിങ് അറ്റംപ്റ്റഡ്, എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അല്ലെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സംതിങ് ഡൺ, ചിലത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. സംതിങ് ഡൺ, ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഹാസ് ഏൺഡ് എ നൈറ്റ്സ് റിപ്പോസ്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, അദ്ദേഹം ഇതുവരെ അല്ലെ രാവിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാത്രി എന്താണ് അദ്ദേഹം ഏൺ ചെയ്യുന്നത്, സമ്പാദിക്കുന്നത് എന്നതാണ് അല്ലെ. എ നൈറ്റ്സ് റിപ്പോസ്, നല്ല ഒരു എന്താണ് സ്ലീപ്പ് ഉറക്കം. ഓക്കെ, റിപ്പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റെസ്റ്റ് എടുക്കുന്നതിനൊക്കെയാണ്. അദ്ദേഹം നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നത്, പകല് മൊത്തം പണിയെടുക്കുന്നുണ്ട്, പക്ഷെ രാത്രി അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അല്ലെ, അദ്ദേഹം അത് സമ്പാദിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അദ്ദേഹം അതിനുള്ള സമയം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നോക്ക്, ദ
blacksmith spent his life working hard, being happy and being sad at times. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയൊക്കെയാ പോകുന്നത്? ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അദ്ദേഹം സന്തോഷിക്കുന്നുണ്ട്, അദ്ദേഹം എന്താ സാഡ് ആവുന്നുണ്ട് എന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. സോ he keeps moving ahead. അദ്ദേഹം പക്ഷെ എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. In his life, as each morning he starts something new and ends it with the evening. അല്ലെ, ഓരോ ദിവസവും രാവിലെ അദ്ദേഹം എന്താണ് പുതിയ ടാസ്കുകളുമായിട്ടാണ് അദ്ദേഹം ബിഗിൻ ചെയ്യുന്നത്. എന്നിട്ട് ഈവനിങ് ആകുമ്പോഴത്തേന് അദ്ദേഹം അത് എൻഡ് ചെയ്യുന്നുണ്ട് എന്നല്ലേ, ഈവനിങ് ആകുമ്പോൾ അദ്ദേഹം അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ എവറി ഡേ ഹി വർക്ക്സ് ആൻഡ് എവറി നൈറ്റ് ഹി റെസ്റ്റ് ഫുള്ളി. എല്ലാ ദിവസവും അദ്ദേഹം പകല് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്, രാത്രി ആകുമ്പോൾ അദ്ദേഹം ഫുൾ ആയിട്ട് അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നുണ്ട്. സോ ദ ഹാർഡ് വർക്ക് ഹി ഡസ് ഇൻ ദ മോർണിംഗ് ഗിവ്സ് ഹിം ദ സ്ലീപ്പ് ഓഫ് കാം ഇൻ ദ നൈറ്റ്. അല്ലെ, പകല് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ആണ് അദ്ദേഹത്തിന് രാത്രി നല്ല എന്താണ് കാം ആയിട്ടുള്ള സ്ലീപ്പ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് എന്നതാണ്. സോ ദ ബ്ലാക്ക് സ്മിത്ത് ടു ദ is an ideal person. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഒരു അത്രയും അല്ലെ ഒരു ഐഡിയൽ ആയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നമ്മുടെ പോയിറ്റിന്റെ അഭിപ്രായത്തിൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്താണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം അത്രയും അടിപൊളിയായിട്ട് തന്നെ അദ്ദേഹം മാനേജ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അല്ലെ അദ്ദേഹത്തിന്റെ വർക്ക് മാനേജ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഫാമിലി മാനേജ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ റെസ്റ്റ് മാനേജ് ചെയ്യുന്നുണ്ട്, എല്ലാം അദ്ദേഹം മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താ പറയുന്നത്, the poet says that അല്ലെ he is an ideal person. അദ്ദേഹം ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ now we are discussing the last stanza 8. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റാൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ നോക്ക്, താങ്ക്സ് ടു thee my worthy friend for the lesson thou hast taught. ഇവിടെ എന്താ പറഞ്ഞ, താങ്ക്സ് നന്ദി അല്ലെ, താങ്ക്സ് ടു ദീ എന്ന് പറഞ്ഞു അല്ലെ. ഈ ദീ അതേപോലെ തന്നെ ദോ എന്നൊക്കെ കണ്ടല്ലോ, ഇതെന്താ, ഇത് ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ് കേട്ടോ. പഴയ എന്താണ് ഇംഗ്ലീഷിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഇതൊക്കെ. അപ്പൊ ഇവിടെ ഇത് മീൻ ചെയ്യുന്ന എന്താണ്, യു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ താങ്ക്സ് ടു യു അല്ലെ, നിന്നോട് നന്ദി പറയാണ്, മൈ വർത്തി ഫ്രണ്ട്, എന്റെ അത്രയും എന്താണ് വർത്തി ഫ്രണ്ട് ആണ് നീ എന്ന് പറഞ്ഞത്. വർത്തി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സാധനമൊക്കെ വാങ്ങിയാൽ നമ്മൾ പറയല്ലേ, ഇത് ഭയങ്കര വർത്തിയാണ്, കാരണം എന്താ, ഇതിനിപ്പോ ഒരു 100 രൂപ കൊടുത്താൽ ഇത് വർത്തിയാണ്, കാരണം അതിനുണ്ട് എന്ന് പറഞ്ഞ പോലെ അല്ലെ. അപ്പൊ അതിന് അത്രയും എന്താണ് ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് മൈ വർത്തി ഫ്രണ്ട് എന്നാ പറഞ്ഞത്, കാരണം ഈ ഫ്രണ്ടിന് ഇദ്ദേഹം വർത്തി ഫ്രണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്, യെസ് അദ്ദേഹം അല്ലെ ഒരുപാട് കാര്യങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് മൈ വർത്തി ഫ്രണ്ട് എന്ന് അഡ്രസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പറയാണ് എന്തിനാ നന്ദി പറഞ്ഞത്, ഫോർ ദ ലെസൺ, നീ പഠിപ്പിച്ച പാഠത്തിന് അല്ലെ, യു ഹാസ് ടോട്ട് എന്നാ പറഞ്ഞത്. യു ഹാഡ് അല്ലെ, ഹാസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ദോ ഹാസ്റ്റ് എന്നുള്ളത് ഇവിടെ എന്താണ്, ദോ എന്നുള്ളത് യു ആണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, യു ഹാഡ് ടോട്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നീ പഠിപ്പിച്ചിട്ടുള്ള അല്ലെ, നീ എന്നെ പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങൾക്ക് നന്ദി എന്നുള്ളതാണ് പറഞ്ഞത്. ആൻഡ് ദസ് അറ്റ് ദ ഫ്ലേമിംഗ് ഫോർജ് ഓഫ് ലൈഫ്, നമ്മുടെ ഒക്കെ ജീവിതം അല്ലെ അങ്ങനെയാണ് എന്ത്, അറ്റ് ദ ഫ്ലേമിംഗ് ഫോർജ്. ഫ്ലേമിംഗ് ഫോർജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഈ ഒരു ആലയം അല്ലെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എന്തുണ്ട്, ലൈഫിൽ എന്തുണ്ട്, ഇത്തരത്തിലുള്ള ഒരു ഫ്ലേമിംഗ് ഫോർജ് ഉണ്ട്, ഇത്തരത്തിലുള്ള ഇങ്ങനെ കത്തുന്ന ഒരു ഫോർജ് ഉണ്ട്, ഒരാലയുണ്ട് എന്നുള്ള അല്ലെ, ഒരാലയുണ്ട്. പക്ഷെ അവിടുന്നാണ് എന്താകുന്നത്, അവർ ഫോർച്യൂൺസ്, നമ്മുടെ എല്ലാ സൗഭാഗ്യം കേട്ടോ. ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സൗഭാഗ്യത്തിനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ എന്താണ്, മസ്റ്റ് ബി റോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക്ഡ് ഔട്ട് ആകുന്നത് എന്നുള്ള കേട്ടോ. വർക്ക് ഔട്ട് ആകുന്നത് ഈ ഒരു ഇത്തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആലയിൽ നിന്നാണ് എന്നുള്ളതാണ്. സോ ദസ് അങ്ങനെയാണ് എന്താകുന്നത്, ഓൺ ഇറ്റ് സൗണ്ടിങ് ആൻഡ് വിൽ ഷേപ്ഡ് ഈച്ച് ബേണിംഗ് ഡീഡ് ആൻഡ് തോട്ട്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയാണ് നമ്മുടെ ഒക്കെ അല്ലെ, യെസ്, ഇറ്റ് സൗണ്ടിങ് ആൻഡ് വിൽ ഷേപ്പർ ഈച്ച് ബേണിംഗ് ഡീഡ് ആൻഡ് തോട്ട്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കത്തുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവൃത്തികളുണ്ട്, ബേണിംഗ് ആയിട്ടുള്ള ഡീഡ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ചിന്തകള്. അപ്പൊ ഇതൊക്കെ ഷേപ്പ് ചെയ്യുന്നത് എവിടുന്നാണ്, ഇത്തരത്തിലുള്ള ഇപ്പൊ ഈ ബ്ലാക്ക് സ്മിത്തിന്റെ ആലയെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ഈ അയണൊക്കെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ബേണിംഗ് ആയിട്ടുള്ള ഡീഡ്സും തോട്ട്സും ഒക്കെ ഷേപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അല്ലെ, അതാണ് അല്ലെ നമ്മുടെ ഈ ഒരു ലോകത്തിന് അത്തരത്തിലുള്ള ഒരു ഫ്ലേമിംഗ് ഫോർജ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എങ്ങനെയൊക്കെ എന്തൊക്കെയാ പറയാം, യെസ് നല്ല അടിപൊളി സിമ്പിൾ ഒക്കെ വരുന്നുണ്ടല്ലോ. Okay, so നോക്ക്, the poet thanks the blacksmith for the lesson that he has taught to the poet. Longfellow tells that we should also learn the lesson of hard work. അല്ലെ, ലോങ്ഫെല്ലോ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ ബ്ലാക്ക് സ്മിത്തിന്റെ ഈ ഒരു ലൈഫിൽ നിന്ന് അല്ലെ, we should learn the lesson of hard work. ഹാർഡ് വർക്കിന്റെ ലെസൺ നമ്മൾ പഠിക്കണം എന്നതാണ്. സോ ഫ്രം ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ആൻഡ് നെവർ ഷൈ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഷൈ, നമുക്ക് ലജ്ജൊന്നും തോന്നണ്ട. എന്തിനെ പറ്റിയിട്ട്, യെസ്, അവേ ഫ്രം ഡിറ്റർമിനേഷൻ, നമ്മുടെ നിശ്ചയദാർഢ്യം. ഓക്കെ, ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നിശ്ചയദാർഢ്യം, ആൻഡ് ലേബർ അല്ലെ, നമ്മുടെ ജോലിനൊക്കെ സംബന്ധിച്ച്, നമ്മുടെ തൊഴിലിനെ സംബന്ധിച്ച്, which will eventually build our fortunes അല്ലെ. അപ്പൊ അതൊക്കെയാണ് ശരിക്കും ക്രമേണ നമ്മുടെ സൗഭാഗ്യങ്ങൾ ബിൽഡ് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയൊക്കെ
നമുക്ക് എന്തെങ്കിലും ലെക്ചർ വേണോ? ഒരു ലെക്ചറും വേണ്ട എന്നുള്ള. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ഹാർഡ് വർക്കിന്റെ ലെസൺ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ദിസ് വേൾഡ് ഈസ് ജസ്റ്റ് ലൈക്ക് ദ anvil on which we have to shape our deeds and thoughts to make ourselves a better person day by day. അപ്പൊ നമ്മളോട് എന്താ പോയിട്ട് പറഞ്ഞേ? നമ്മുടെ ഈ വേൾഡ് എന്ന് പറഞ്ഞാൽ just like an anvil. anvil എന്ന് പറഞ്ഞാൽ എന്താണ്? anvil എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്, യെസ്, ഈ മെറ്റൽ ഒക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെ ആ ഒരു സ്റ്റീൽ ഫേസ്ഡ് അയൺ ബ്ലോക്കിനാണ് നമ്മൾ anvil എന്ന് പറയാം. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ ഷേപ്പ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെയാണ് നമ്മുടെ വേൾഡ്. ഓക്കെ, അപ്പൊ വേൾഡിന്ന് നമ്മൾ എന്താണ് ഷേപ്പ് ചെയ്യേണ്ടതെന്നാ പറഞ്ഞത്? യെസ്, നമ്മൾ അല്ലെ വി ഹാവ് ടു ഷേപ്പ് അവർ ഡീഡ്സ്. നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ഷേപ്പ് ചെയ്യണം. വി ഹാവ് ടു ഷേപ്പ് അവർ തോട്ട്സ്. നമ്മുടെ ചിന്തകള് നമ്മൾ എന്ത് ചെയ്യണം? ഷേപ്പ് ചെയ്യണം എന്നാ പറഞ്ഞേ. എന്തിനാ നമ്മൾ ഇതൊക്കെ ഷേപ്പ് ചെയ്യുന്നത് അല്ലേ? ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ. നമ്മൾ നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള പേഴ്സൺ ആവണ്ടേ? നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വ്യക്തി ആവണ്ടേ? യെസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡീഡ്സ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഷേപ്പ് ചെയ്യണം എന്നുള്ളതാണ് പോയിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിന് കേട്ടോ. ഓക്കെ, യെസ്. സ്റ്റക്കായോ? ഓക്കെ, സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? സ്റ്റക്കായോടാ? ഓക്കെ, സെറ്റ്. സോ നോക്ക്, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറയാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാൻസ് ഒക്കെ പറഞ്ഞു അല്ലെ? സ്റ്റാൻസ ബേസ് ചെയ്തിട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞു. ലൈൻ ബൈ ലൈൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്? ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള. ഓക്കെ, നോക്ക്, ദ വില്ലേജ് ബ്ലാക്ക്സ്മിത്ത് ഇസ് എ പോം ബൈ ആരായിരുന്നു? H.W. Longfellow അല്ലെ? സോ ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1840. ദ പോം ഡിസ്ക്രൈബ്സ്, എന്തിനെ പറ്റിയിട്ടാണ് ഈ പോം ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ്? A local blacksmith and his daily life അല്ലെ? ഒരു സാധാരണയായിട്ടുള്ള ഒരു ഓർഡിനറി ബ്ലാക്സ്മിത്തിനെ പറ്റിയിട്ടും അദ്ദേഹത്തിന്റെ ഡെയിലി ലൈഫിനെ പറ്റിയിട്ടുമാണ് ഇവിടെ പറയുന്നത് എന്നുള്ള. ഓക്കെ അല്ലേ? സോ നോക്ക്, ദ ബ്ലാക്സ്മിത്ത് അല്ലെ സെർവ് ആസ് എ റോൾ മോഡൽ. അദ്ദേഹം എന്താണ് ശരിക്കും? ഒരു റോൾ മോഡൽ ആണ്. എന്തുകൊണ്ടാണ്? Who balances his job with the role he plays with his family and community. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ ജോബ് അദ്ദേഹം ബാലൻസ് ചെയ്യുന്നുണ്ട്. എന്തുമായിട്ട്? അദ്ദേഹം കമ്മ്യൂണിറ്റി ആയിട്ട് അല്ലെ? അദ്ദേഹം ഇടപഴകുന്ന സമൂഹമായിട്ട് ആൻഡ് ഹിസ് ഫാമിലി, അദ്ദേഹത്തിന്റെ കുടുംബമായിട്ടൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം അദ്ദേഹം മാനേജ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, സോ നോട്ട് ആസ് ബീങ് സ്ട്രോങ്, ഹി വർക്ക്സ് ബൈ ദ സ്വെറ്റ് ഓഫ് ഹിസ് ബ്രോ ആൻഡ് ഡസന്റ് ഓwe anyone anything. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം ഭയങ്കര സ്ട്രോങ് ആ അല്ലെ? അദ്ദേഹം ഭയങ്കര സ്ട്രോങ് ആണ്. അത് മാത്രമല്ല, ഹി വർക്ക്സ് ബൈ ദ സ്വെറ്റ് ഓഫ് ഹിസ് ബ്രോ. അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ അല്ലെ അദ്ദേഹത്തിന്റെ ബ്രോ ഒക്കെ എന്താണ്? ഭയങ്കരമായിട്ട് എന്താണ്? വിയർത്തിട്ടുണ്ട്. ആൻഡ് ഡസന്റ് ഓwe anyone anything. അദ്ദേഹത്തിന് ആരോടും ഒരു തരത്തിലുള്ള കടപ്പാടും ഇല്ല എന്നുള്ളതാണ്. So children coming home from school stop to stare at him as he works, impressed by the roaring bellows and burning spark. അല്ലെ? കുട്ടികൾ അല്ലെ? സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ എന്ത് ചെയ്യും? They stop to stare at him as he works. അദ്ദേഹം വർക്ക് ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് നോക്കും. എന്തിനാണ്? അവർ ഭയങ്കര ഇംപ്രസ്ഡ് ആണ് അല്ലെ? എന്തുകൊണ്ടാണ് ഇംപ്രസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ബൈ ദ റോറിംഗ് ബെല്ലോസ്, ഈ ബെല്ലോസ് ഉണ്ടാകുന്ന സൗണ്ട് കേട്ടിട്ട്, അതേപോലെ തന്നെ ബേണിംഗ് സ്പാർക്സ് കണ്ടിട്ട്, തീപ്പൊരി കണ്ടിട്ട് അവരവിടെ നിൽക്കും എന്നുള്ളതാണ്. ഓൺ സൺഡേസ്, ഞായറാഴ്ച ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? The blacksmith, a single father അല്ലെ? അദ്ദേഹം സിംഗിൾ ഫാദർ ആണ്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് വൈഫ്, അദ്ദേഹത്തിന്റെ വൈഫിന്റെ ആ ഒരു ഡെത്തിന് ശേഷം അല്ലെ? സോ ടേക്സ് ഹിസ് ചിൽഡ്രൻ ടു ചർച്ച്. അദ്ദേഹത്തിന്റെ മക്കളെ നേരെ എങ്ങോട്ട് കൊണ്ടുപോകും? എല്ലാ സൺഡേയിലും പള്ളിയിലേക്ക് കൊണ്ടുപോകും. where his daughter sings in the village choir. അദ്ദേഹത്തിന്റെ മകള് അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ടോ? ആ ഒരു പാട്ട് പാടും അല്ലെ? വില്ലേജ് ചോയറിന്റെ കൂട്ടത്തിൽ നിന്ന് ആ ഒരു പാട്ട് പാടുന്നുണ്ട്. സോ he goes through his life following the daily task assigned to him. അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്നും അല്ലെ? അദ്ദേഹത്തിന്റെ ഡെയിലി ടാസ്ക് എന്താണോ? അസൈൻ ചെയ്തിട്ടുള്ള ടാസ്ക് എന്താണോ? അത് കൃത്യമായിട്ട് ചെയ്തിട്ടാണ് എന്നുള്ള അല്ലെ? ആൻഡ് ഹാസ് earned his sleep at night. അദ്ദേഹം എന്തും സമ്പാദിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കാമായിട്ടുള്ള സ്ലീപ്പും അദ്ദേഹത്തിന് നൈറ്റിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദ നറേറ്റർ കൺക്ലൂഡ്സ് ബൈ താങ്കിങ് ദ ബ്ലാക്സ്മിത്ത് അല്ലെ? നമ്മുടെ നറേറ്റർ, നമ്മുടെ പോയിന്റ് ഈ ഒരു പോം കൺക്ലൂഡ് ചെയ്യുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഈ താങ്ക്ഫുൾ പറഞ്ഞു അല്ലെ? താങ്ക്സ് പറയുന്നുണ്ട് അല്ലെ? താങ്ക്സ് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തുന്നത് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. എന്തുകൊണ്ടാണ്? ഫോർ ദ ലെസൺ ഹി ക്യാൻ ടീച്ച്. അദ്ദേഹം പഠിപ്പിക്കുന്ന അല്ലെ? ആ ഒരു ലെസൺ, അദ്ദേഹം പഠിപ്പിക്കുന്ന ലെസൺ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നതോ? നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ പോയിന്റ് ഈ ഒരു പോം നിർത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, യെസ്.
അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ നിൽക്കണം കേട്ടോ. ദെൻ അതേപോലെ തന്നെ ഇത് നിങ്ങൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പം വായിക്കുന്ന സമയത്ത് ചില വേർഡ്സിന്റെ ഒന്നും അർത്ഥം മനസ്സിലാവില്ല അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള വാക്കൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക, ജസ്റ്റ് അല്ലെങ്കിൽ ഡിക്ഷണറി ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, സോ നൗ വി ആർ ഡിസ്കസിങ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, പോയറ്റിക് ഡിവൈസസിനെ പറ്റിയിട്ടാണ് കേട്ടോ. സോ എന്താണ് പോയറ്റിക് ഡിവൈസസ്? Poetic devices എന്ന് പറഞ്ഞാൽ എന്താണ്? Poet uses some techniques to increase the beauty of the poem. പോയത്തിന്റെ ബ്യൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ പോയറ്റ് കുറച്ച് ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. ആ ടെക്നിക്കിനാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ പോയറ്റിക് ഡിവൈസസ് എന്ന് പറയാം. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ? സിമിലി, മെറ്റഫർ, അലിട്രേഷൻ, അസനൈൻസ്, ഓക്കെ, അതൊക്കെ അതിന്റെ എക്സാമ്പിൾ അല്ലെ. ദെൻ ഇമേജറീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, പോയറ്റിക് ഡിവൈസസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് യെസ് വി സീസ് about the ഇമാജറീസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ഇമാജറി എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം. ഇമാജറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പോം വായിക്കുന്ന സമയത്ത് ചില ലൈൻ വായിച്ചാൽ അല്ലെ കൃത്യമായിട്ട് യെസ് അവിടെ നമുക്കത് വായിക്കുന്ന സമയത്ത് എന്ത് തോന്നും, ഇത് കാണാൻ പറ്റുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പോയിട്ട് പറയുന്നതെന്ന് തോന്നുന്നു അല്ലെ. ചില സംഭവം വായിക്കും, ചില വരി വായിക്കുമ്പോൾ നമുക്ക് തോന്നും യെസ് ഇത് കേൾക്കാൻ പറ്റുന്ന സംഭവത്തെ പറ്റിയിട്ടാണ് പോയിട്ട് പറയുന്നതെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ അതൊക്കെ എന്താണ്, അതൊക്കെ ഇമേജറി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ്, വിഷ്വൽ ഇമേജറിനെ പറ്റിയിട്ടാ. ഈ ഇമേജറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നമുക്ക് വിഷ്വൽ ആയിട്ടുള്ളുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, ഓഡിറ്ററി കേൾക്കാൻ പറ്റുന്നുണ്ട്, ടാൻജിബിൾ നമുക്ക് തൊടാൻ പറ്റുന്ന രീതിയിൽ അല്ലെ, ടച്ചിന്റെ ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഓൾഫാക്ടറി ഉണ്ട്, മണക്കാൻ പറ്റുന്ന രീതിയിലുള്ളുണ്ട്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇമേജറീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ പറയാൻ പോകുന്നത് വിഷ്വൽ ആയിട്ടുള്ള ഇമേജറി, അഥവാ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നോക്ക്, വില്ലേജ് സ്മിതി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യല്ലേ, ബ്ലാക്ക് സ്മിത്തിന്റെ വില്ലേജ് സ്മിതി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണോ. സ്പ്രെഡിങ് ചെസ്നട്ട് ട്രീ, അത് വായിക്കുമ്പോൾ എന്താണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ, സ്പ്രെഡ് ആയിട്ടുള്ള പടർന്ന് പന്തലിച്ചിട്ടുള്ള ചെസ്നട്ട് ട്രീ, യെസ് കാണാൻ പറ്റുന്ന കാര്യമാണോ, വിഷ്വൽ ഇമാജറി ആണോ. ഇവിടെ നോക്ക്, ബ്ലാക്ക് സ്മിത്തിന്റെ ലാർജ് ആൻഡ് സിനിയു ഹാൻഡ്സ്, അത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമല്ലേ പറയുന്നത്, യെസ് വിഷ്വൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. യെസ്, അപ്പോ അടുത്തതാണ് ഹിസ് ബ്രോണി ആംസ്, അദ്ദേഹത്തിന് ആ പവർഫുൾ ആയിട്ടുള്ള മസിൽസ് ഒക്കെയുള്ള ആംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. യെസ്, അത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ചിൽഡ്രൻ കമ്മിങ് ഫ്രം സ്കൂൾ, കുട്ടികളെ സ്കൂളിൽ നിന്ന് വരുന്നത് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഫ്ലേമിംഗ് ഫോർജ്, കത്തുന്ന അല്ലെ, കത്തുന്ന ആ ഒരു ഫോർജിനെയാണ് പറയുന്നത്, അതെന്താണ് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ബേണിംഗ് സ്പാർക്സ് ദാറ്റ് ഫ്ലൈ, ആ തീപ്പൊരി ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നു, പറക്കുന്നു എന്നുള്ളതാണ്, കാണാൻ പറ്റുന്ന കാര്യമാണ്. chaff from a threshing floor, എന്താണ്, യെസ് ആ ഒരു ഉമീനെയാണ് ഇവിടെ പറയുന്നത് അല്ലെ, ഹസ്കിനാണ് ഇവിടെ പറയുന്നത്, അതും വിഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതെല്ലാം വിഷ്വൽ ഇമാജറിക്ക് എക്സാമ്പിൾ ആണ് എന്നുള്ള. ഓക്കെ, യെസ്, സോ ഇവിടെ നോക്ക്, അങ്ങനെയാണെങ്കിൽ ഓഡിറ്ററി എന്ന് പറയുന്നതാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന അല്ലെ. ഓഡിറ്ററി ഇമാജറീസ് എന്തൊക്കെയാണ് നോക്ക്, ഇവിടെ നോക്ക്, ഹിയർ ഹിസ് ബെല്ലോ റോർ എന്ന് പറഞ്ഞ അല്ലെ, ബെല്ലോ റോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബെല്ലോന്റെ അവിടെ നിന്ന് ഉണ്ടാക്കുന്ന സൗണ്ടിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലെ, റോറിങ് സൗണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അതെന്താണ് കേൾക്കാൻ പറ്റുന്ന കാര്യം, ഓഡിറ്ററി ആണ്. സോ ഇറ്റ്സ് an example for auditory imagery. And next എന്താണ്, സെക്ഷൻ റിംഗിങ് ദ വില്ലേജ് ബെൽ, ഇത് നമ്മുടെ കപ്പ്യാര് ഈ ഒരു വില്ലേജ് ബെൽ അടിക്കുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പൊ അതും എന്താണ്, വില്ലേജ് ബെല്ല് റിംഗ് ചെയ്യുന്നത്, യെസ് കേൾക്കാൻ പറ്റുന്ന കാര്യമാണല്ലേ, നമ്മൾ കേൾക്കാൻ പറ്റുന്ന കാര്യത്തെ പറ്റിയിട്ടാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ അതെന്താണ്, ഓഡിറ്ററി ഇമേജറി ആണോ. എന്നാൽ ഇവിടെ നോക്ക്, ഹിസ് ഡോട്ടേഴ്സ് വോയിസ്, അദ്ദേഹത്തിന്റെ മകളുടെ ശബ്ദം, മകളുടെ ശബ്ദം, അതെന്താ കാണാണോ, അല്ല നമുക്ക് കേൾക്കുകയാണ് അല്ലെ, കേൾക്കുകയാണ്. സോ അതും എന്തിന്റെ എക്സാമ്പിളാ, ഓഡിറ്ററി ഇമാജറിക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും കേട്ടോ. ഈ പോം തന്നാല് ഇതിന് എവിടൊക്കെയാണ് ഏതൊക്കെ ഇമാജറി ആണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. സോ ഇതൊക്കെയാണ് ഇതിലെ വിഷ്വൽ ഇമാജറി ആൻഡ് അതേപോലെ തന്നെ ഓഡിറ്ററി ഇമാജറി എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. ഓക്കെ അല്ലേ. Yes, so now we are discussing personification. Okay, personification എന്ന് പറഞ്ഞാൽ എന്താണടാ, നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ക്വാളിറ്റീസ് അല്ലെ, നമ്മളൊരു എന്താണ് ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് എന്ത് പറയാ, നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, യു ക്യാൻ ഹിയർ ഹിസ് ബെല്ലോസ് ബ്ലോ എന്ന് പറഞ്ഞ അല്ലെ, ബെല്ലോസ് ബ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കത് കേൾക്കാൻ പറ്റുമ്പോ എന്താ പറഞ്ഞ, ഈ ബെല്ലോന്റെ ബ്ലോ ശരിക്കും അതെന്താണ്, അത് മനുഷ്യന്റെ ഒരു ക്വാളിറ്റി ആണ് അല്ലെ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ അവിടെ പറയാം. പക്ഷെ ഇവിടെ ബെല്ലോസ് ബ്ലോ എന്ന് പറഞ്ഞിട്ട് ശരിക്കും അപ്പൊ അത് എന്തിന്റെ എക്സാമ്പിളാ, പെർസോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ബെല്ലോസ് റോർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബെല്ലോ റോർ ചെയ്യാ, അലറുക,
ശരിക്കും അത് അങ്ങനെ അലറല്ല അല്ലെ. അതൊക്കെ എന്താണ് ഈ പോയത്തിന്റെ ബ്യൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് പോയറ്റ് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണത്. അതെന്താണ് പെർസോണിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഈ പോയത്തിൽ നിന്നുള്ള പെർസോണിഫിക്കേഷന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് എന്ത് ചെയ്യാ, നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി. അഥവാ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് അതിന്റെ മാർക്ക് പോവാൻ പാടില്ല. ഓക്കെ, നൗ വി ആർ ഡിസ്കസിങ് സിമിലി. സിമിലിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെയാ പറയാം. സിമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? when we compare two different things അല്ലെ, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങള് തിങ്സ് നമ്മൾ കമ്പയർ ചെയ്യാന്ന് വെച്ചു. രണ്ട് കാര്യങ്ങളെ പറ്റി നമ്മൾ കമ്പയർ ചെയ്യാണ്. അപ്പൊ ബൈ യൂസിങ് എന്തൊക്കെ യൂസ് ചെയ്തിട്ട്, ബൈ യൂസിങ് എന്തൊക്കെയാണടാ, ലൈക്ക് ഓ ആസ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ആൻഡ് ദ മസിൽ ഓഫ് ഹിസ് ബ്രോണി ആംസ്, അദ്ദേഹത്തിന്റെ മസിൽ അല്ലെ ബ്രോണി ആംസ് എന്തിനെ പോലെയാണ്, ആർ സ്ട്രോങ് ആണ് ആസ് അയൺ ബാൻഡ്സ്, അയൺ ബാൻഡ്സിന്റെ പോലെ. അപ്പൊ ഇവിടെ ആസ് കണ്ടു, അപ്പൊ ഇവിടെ കമ്പാരിസൺ ആണ് നടക്കുന്നത്. സോ അതെന്തിന്റെ എക്സാമ്പിളാ, സിമിലിക്ക് എക്സാമ്പിളാ അല്ലെ. ഇവിടെ നോക്ക്, ഹിസ് ഫേസ് ഈസ് ലൈക്ക് അല്ലെ, ലൈക്ക് ദ ടാൻ എന്ന് കണ്ടു. അദ്ദേഹത്തിന്റെ ഫേസ് ടാൻ പോലെ ഉണ്ട് അല്ലെ. നേരത്തെ ആർക്കോ അതെന്ത് ചോദിച്ചിട്ടുണ്ട്, അത് സിമിലി അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എടാ യെസ്, അപ്പൊ ഇപ്പൊ അത് ക്ലിയർ ആയല്ലോ. അപ്പോ അതെന്താണ്, അത് സിമിലി ആണ് എന്നുള്ളതാണ്. then അടുത്തത് എന്താണ്, ലൈക്ക് എ സെക്ഷൻ റിംഗിങ് ദ വില്ലേജ് ബെൽ അല്ലെ. അപ്പൊ ഒരു എന്തിന്റെ പോലെ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം അവിടുന്ന് ഉണ്ടാക്കുന്ന ആ ഒരു സൗണ്ട് അല്ലെ, വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാക്കുന്ന സൗണ്ട് സെക്ഷൻ ഈ ഒരു വില്ലേജ് ബെൽ റിംഗ് ചെയ്യുന്ന പോലെ ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതും എന്തിന്റെ എക്സാമ്പിൾ ആണ്, സിമിലിക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. then അടുത്ത് നോക്ക്, ലൈക്ക് chaff from a threshing floor അല്ലെ. ത്രഷിങ് ചെയ്യുന്ന സമയത്ത് ചാഫ് വരുന്നത് പോലെയാണ് ഈ ഒരു ഫയറിന്റെ സ്പാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതും എന്തിന് എക്സാമ്പിൾ ആണ്, സിമിലിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, യെസ്. സോ അടുത്ത് നോക്കൂ, ഇറ്റ് സൗണ്ട്സ് ടു ഹിം ലൈക്ക് ഹർ മദേഴ്സ് വോയിസ്. അദ്ദേഹത്തിന് ആ ഡോട്ടറിന്റെ വോയിസ് കേൾക്കുമ്പോൾ അല്ലെ, മദറിന്റെ വോയിസ് പോലെ തോന്നുന്നു എന്നുള്ള, ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, പോലെ. അപ്പൊ അതും എന്തിന്റെ എക്സാമ്പിൾ ആണ്, സിമിലിക്ക് എക്സാമ്പിൾ ആണ് എന്നുള്ള. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് സിമിലിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, ഈ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും അല്ലെ. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ട്രാൻസ്ഫേർഡ് ആയിട്ടുള്ള എപ്പിത്തറ്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്ക്. യെസ്, ഇവിടെ എന്താ എക്സാമ്പിൾ, ഹിസ് ബ്രോ ഈസ് വെറ്റ് വിത്ത് ഹോണസ്റ്റ് സ്വെറ്റ്. അദ്ദേഹത്തിന്റെ ബ്രോ അല്ലെ, ബ്രോ ഒക്കെ ഭയങ്കരമായിട്ട് നനഞ്ഞിട്ടുണ്ട്. വിത്ത് ഹോണസ്റ്റ് സ്വെറ്റ് അല്ലെ, ഹോണസ്റ്റ് ആയിട്ടുള്ള സ്വെറ്റും ഉണ്ടാവും. ഭയങ്കരമായിട്ടുള്ള എന്താണ്, സത്യസന്ധമായിട്ടുള്ള വിയർപ്പ് കൊണ്ട് അത് മൊത്തം നനഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞ, വെറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഇവിടെ ശരിക്കും നമ്മുടെ വിയർപ്പാണോ ഹോണസ്റ്റ്, വിയർപ്പാണോ സത്യസന്ധമായിട്ടുള്ളത്, അല്ല അല്ലെ. ഇവിടെ ശരിക്കും നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണ്, ഈ വിയർക്കുന്ന ആളാണ് ഹോണസ്റ്റ് എന്നുള്ള അല്ലെ, അദ്ദേഹമാണ് സത്യസന്ധൻ എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പൊ അദ്ദേഹമാണ് ശരിക്കും സത്യസന്ധനായിട്ടുള്ള ആള് എന്നുള്ള. അപ്പൊ ഇവിടെ നോക്ക്, സ്വെറ്റ് ഈസ് നോട്ട് ഹോണസ്റ്റ്, ദ മാൻ, ആരാണോ ആ മനുഷ്യൻ അല്ലെ, അദ്ദേഹമാണ് ശരിക്കും ഹോണസ്റ്റ് എന്നുള്ള. സോ ദ ഫിഗർ ഓഫ് സ്പീച്ച്, അപ്പൊ അങ്ങനെയുള്ള ഫിഗർ ഓഫ് സ്പീച്ചിനാണ് എന്ത് പറയാ, ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയാം. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, നമ്മൾ അജക്റ്റീവ് എന്ന് പറയില്ലേ, അജക്റ്റീവ് എന്ന് പറഞ്ഞതാണ് നമ്മൾ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെ. ഒരാളിപ്പം ഹാപ്പി ഗേൾ എന്ന് പറയും. ഹാപ്പി ഗേൾ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഗേൾ ഭയങ്കര ഹാപ്പിയാണ്. ആ ഗേളിനെ അല്ലേ നമ്മൾ വിവരിക്കുകയാണ്, അവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പൊ അതിനാണ് ആ ഹാപ്പി എന്താണ് ശരിക്കും, അത് അജക്റ്റീവ് ആണ്. എന്നാൽ ചില സ്ഥലത്ത് ഈ അജക്റ്റീവ് എന്താവും, അത് അങ്ങോട്ട് മാറുന്നുണ്ട്, അത് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ആ അജക്റ്റീവിന്റെ അതേ ഫംഗ്ഷനോട് കൂടിയല്ല പിന്നെ അത് നിൽക്കുന്നേ. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ആകുന്ന അജക്റ്റീവിനാണ് നമ്മൾ എന്ത് പറയാ, ഈ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയാം. സോ നോക്ക്, when an adjective usually used to describe one thing അല്ലെ, എപ്പോഴും നമ്മൾ അജക്റ്റീവ് യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു തിങ്ങിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ചില സമയത്ത് അതെന്താവും, ഇസ് ട്രാൻസ്ഫർ ടു അനദർ അല്ലെ, അത് മറ്റൊന്നായിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നോക്ക്, ദാ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് കണ്ടല്ലടാ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇവിടെ ബർത്ത്ഡേ ഹാപ്പി ആണെന്നാണോ, അല്ല അല്ലെ. ആരാണോ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ആ ആള് ഹാപ്പി ആണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇത് ഈ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള എന്തിന്റെ എക്സാമ്പിൾ ആണ്, അത് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റിന്റെ എക്സാമ്പിൾ ആണ്. എന്നാൽ ഇവിടെ നോക്കടാ, സ്ലീപ്ലെസ് നൈറ്റ്, ഇവിടെ നൈറ്റ് ആണോ സ്ലീപ്ലെസ്, അല്ല, ആ ആളാണ് അല്ലെ.
ഇപ്പൊ എനിക്ക് ഭയങ്കര സ്ലീപ്ലെസ് നൈറ്റ് ആയിരുന്നു ഇന്നലെ എന്ന് പറയുമ്പോൾ നൈറ്റ് സ്ലീപ്ലെസ് ആണ് എന്നുള്ളല്ലോ, ഞാനാണ് അവിടെ സ്ലീപ്ലെസ് അല്ലേ, ഞാനാണ് അവിടെ സ്ലീപ്ലെസ് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ എന്താണ് ഈ സ്ലീപ്ലെസ് എന്നുള്ളല്ലേ, ഇവിടെയും അഡ്ജക്റ്റീവിന്റെ ആ ഫംഗ്ഷൻ മാറിയിട്ടുണ്ട്, അത് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോ ഇവിടെയും നമ്മൾ നേരത്തെ അതാ പറഞ്ഞേ ഹോണസ്റ്റ് സ്വെറ്റ് എന്ന് നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ വിയർപ്പിന് നമ്മൾ ഹോണസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് ഹോണസ്റ്റ്? നമ്മുടെ ബ്ലാക്ക് സ്മിത്ത് ആണ് അല്ലേ? യെസ്, ബ്ലാക്ക് സ്മിത്ത് ആണ്. അപ്പൊ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ് ശരിക്കും? ഇത് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റിന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ള. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ഏതാണോ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതാണ് ഈ എന്താണ് ഈ ഒരു ചാപ്റ്ററിലെ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? സോ നൗ വി ആർ ഡിസ്കസിങ് അലിട്രേഷൻ. എന്താണ് അല്ലെ അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ അല്ലെ, ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്. കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ ആണ്. സോ വാക്കിന്റെ ആദ്യത്തിൽ വരും വേണം. സോ ഇവിടെ നോക്ക് എന്താ പറഞ്ഞേ? His bro is wet with honest sweat അല്ലെ, അദ്ദേഹത്തിന്റെ ബ്രോ എന്താണ്? വെറ്റ് ആണെന്ന് പറഞ്ഞു. സോ വെറ്റ് with ഇത് രണ്ടും എന്താണ്? സൗണ്ട് ആണ് വന്നേ അല്ലേ? എന്നാ ഇവിടെ നോക്ക് വീക്ക് ഇൻ വീക്ക് ഔട്ട്, വീണ്ടും എന്താണ്? സൗണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ AEIOU അല്ലാത്ത അല്ലെ, ഇതെന്താണ്? ഇത് വവൽ ലെറ്റേഴ്സ് ആണ്. അപ്പൊ അതല്ലാതെ വരുന്ന സൗണ്ടിനാണ് അല്ലെ നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയാ? പൊതുവെ നമ്മൾ എന്ത് പറയാ? നമ്മള് കോൺസണന്റ് സൗണ്ട് എന്ന് പറയാം, ഈ ലെറ്റേഴ്സ് നിന്ന് വരുന്ന സൗണ്ടിന് അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ഒരു വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്ന് വരുന്ന സൗണ്ടിനാണ് നമ്മൾ കോൺസണന്റ് സൗണ്ട് പറയാ. അപ്പൊ അത് വാക്കുകളുടെ ആദ്യത്തിൽ വരുന്നുണ്ടോ, ഒന്നിൽ കൂടുതൽ തവണ വരുന്നുണ്ടെങ്കിൽ ആ ലൈൻ എന്തിന് എക്സാമ്പിൾ ആണ് ശരിക്കും? അത് അലിട്രേഷൻ എക്സാമ്പിൾ ആ. സോ ഇവിടെ നോക്ക് ഫ്ലേമിംഗ് ഫോർജ് സൗണ്ട് വന്നു. ഫ്രം ദെൻ ഇവിടെ നോക്ക് ഫ്ലോർ, ഇവിടെയും സൗണ്ട് വന്നു. Parson, pray, preach, സൗണ്ട്. ഇവിടെ നോക്ക് ഹിസ് ഹാർഡ് ഹാൻഡ് ഹി ha ഒരേപോലെ വന്നിട്ടുണ്ട് അല്ലെ. ദെൻ ഇവിടെ നോക്ക് സീസ് സം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതിന്റെ എന്തിന്റെ എക്സാമ്പിൾ? അലിട്രേഷൻ എക്സാമ്പിളാ. ഇവിടെ നോക്ക് ഫ്ലേമിംഗ് ഫോർജ്, വീണ്ടും എന്താണ്? സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റാൻജയിൽ അല്ലെ ഒരുപാട് തവണ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? അലിട്രേഷന്റെ എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. സോ ഇനി നമ്മൾ എന്താണ് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റക്കാടാ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ഡസ് ദ സ്പീക്കർ ഫീൽ അബൌട്ട് ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് അല്ലെ. ഈ വില്ലേജ് ബ്ലാക്ക് സ്മിത്തിനെ പറ്റിയിട്ട് സ്പീക്കർ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള എന്തൊക്കെ പറയുന്നുണ്ട്? എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഒരു ഹാർഡ് വർക്കർ ആണ്, ദെൻ ഫെയ്ത്ത്ഫുൾ മാൻ ആണ്, ലവിങ് ഫാദർ ആണ്, ദെൻ അതേപോലെ തന്നെ നല്ല അല്ലെ ഒരു ഡിവോട്ടഡ് ആയിട്ടുള്ള ഭർത്താവാണ്, ഹസ്ബൻഡ് ആണ്, ആൻഡ് വേർത്തി ഫ്രണ്ട് ആണ് എന്നും പറയുന്നുണ്ട് അല്ലെ. അത്രയും നല്ല ഒരു എന്താണ് ലെസൺ പഠിപ്പിക്കുന്ന നല്ലൊരു വേർത്തി ഫ്രണ്ട് ആണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ സ്പീക്കറിന് അദ്ദേഹത്തെ പറ്റി ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് പിന്നെ എന്തും കൂടി പറയുന്നുണ്ട്, ഹി ഡിസ്ക്രൈബ് ദ ബ്ലാക്ക് സ്മിത്ത് ബ്രോ ആസ് വൈറ്റ് വിത്ത് ഹോണസ്റ്റ് സ്വെറ്റ് അല്ലെ, നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള സ്വെറ്റിനാല് വിയർപ്പിനാല് വെറ്റ് ആയിട്ടുണ്ട് അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇൻ അഡീഷൻ ടു ഏർണിംഗ് വാട്ട് എവർ ഹി ക്യാൻ, പിന്നെന്താ പറയുന്നത്? അദ്ദേഹം ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, എന്താണോ അദ്ദേഹത്തിന് കഴിഞ്ഞത് അല്ലെ. ഹി ഓസ് നോട്ട് എനി മാൻ, അദ്ദേഹത്തിന് ഒരാളോടും ഒരു എന്താണ് കടപ്പാടും ഇല്ല എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത് എന്നുള്ള. സോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് അക്കോർഡിംഗ് ടു ദ സ്പീക്കർ ഡു ചിൽഡ്രൻ ലവ് അബൌട്ട് ദ ബ്ലാക്ക് സ്മിത്ത് അല്ലെ. ഈ ബ്ലാക്ക് സ്മിത്തിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? കുട്ടികൾ ഈ ബ്ലാക്ക് സ്മിത്തിന്റെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നുള്ള അല്ലെ, എന്ത് കാണാൻ വേണ്ടിയിട്ടാണ്? ദ ചിൽഡ്രൻ ആർ പാർട്ടിക്കുലർലി ഫാസിനേറ്റഡ് ബൈ ഫ്ലെയിമിംഗ് ഫോർജ് അല്ലെ, ആ ഒരു അത് ഫ്ലെയിം ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ദ ബെല്ലോസ് റോർ, അതിന്റെ ഭയങ്കര ബെല്ലോയിൽ നിന്നുള്ള ആ ഒരു റോറിംഗ് ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് കാച്ചിങ് ദ ബേണിംഗ് സ്പാർക്സ്, കത്തുന്ന അല്ലെ ആ തീപ്പൊരി ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. that fly from the fires he works with, അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ തീയിൽ നിന്ന് ഇങ്ങനെ പാറുന്ന അല്ലെ ആ ഒരു ഫയർ സ്പാർക്സ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നുള്ള. ഓക്കെ അല്ലെ, അപ്പൊ അതിനാണ് അവർ അവിടെ നിർത്തുന്നത്. സോ തേർഡ് ക്വസ്റ്റ്യൻ, in stanzas 5 and 6, what causes the blacksmith to think simultaneously of both his daughter and his wife അല്ലെ. സ്റ്റാൻജ 6-ലും 5-ലും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഡോട്ടറെ പറ്റിയിട്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിന്റെ വൈഫിനെ പറ്റിയും ചിന്തിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള. എന്തുകൊണ്ടാണ്? In this stanza, the speaker tells the reader that when the blacksmith attends church on Sunday, അല്ലെ blacksmith എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ സൺഡേയിലും ചർച്ചിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോ the voice of his daughter singing in the choir reminds him of his wife voice അല്ലെ. തന്റെ മകളുടെ ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ വൈഫിന് അതേ വോയിസ് തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. Who he believes is singing in heaven, അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, തന്റെ ഭാര്യ ഹെവനിൽ നിന്നല്ലേ, സ്വർഗത്തിൽ നിന്ന് ഇത് പാടുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം എന്താണ്
വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന് അങ്ങനെയാണ് തോന്നുന്നത്, തന്റെ മകൾ ഇങ്ങനെ പാടുന്ന സമയത്ത് അവളുടെ അതേ വോയിസ് തോന്നുക, ഭാര്യയുടെ അതേ വോയിസ് തോന്നുന്നുണ്ട് എന്നുള്ള. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഭാര്യനെ പറ്റി ചിന്തിക്കാനുള്ള കാരണം. Okay, so the next question, what is the lesson taught by the blacksmith? എന്താണ് അല്ലെ blacksmith നമ്മളെ പഠിപ്പിക്കുന്ന ലെസൺ എന്തൊക്കെയാണെടാ? എന്തൊക്കെയാണ്? The value of hard work. ഹാർഡ് വർക്കിന്റെ അല്ലെ എന്താണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളതും, നമ്മുടെ പാഷനായിട്ട് നമ്മളൊക്കെ ചെയ്യുന്ന ലാബർ ഏതാണെങ്കിലും അല്ലെ അതിനോട് നമുക്കൊരു പാഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പാഷനെ പറ്റിയിട്ടും ആൻഡ് ഡെഡിക്കേഷൻ, നമ്മുടെ അർപ്പണത്തെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ്. സോ ത്രൂ ഹിസ് ആക്ഷൻ ഹി ഹാസ് ഷോൺ ദ വേസ് ടു എ സക്സസ്ഫുൾ ലൈഫ് അല്ലെ. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ ശരിക്കും നമ്മൾ കാണിക്കുന്നത് എന്തൊക്കെയാണ്? യെസ്, സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെ വിജയകരമായിട്ടുള്ള ഒരു ലൈഫിനെ പറ്റിയിട്ടാണ് എന്നുള്ള. സോ അവർ ലൈഫ്സ്, നമ്മുടെയൊക്കെ ജീവിതം എന്താണ്? To are shaped each day by each burning deed and thoughts അല്ലെ. നമ്മുടെ ഒക്കെ ജീവിതം ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസവും ഷേപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ബേണിംഗ് ആയിട്ടുള്ള നമ്മുടെ ഡീഡ്സ് കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ കൊണ്ടൊക്കെ നമ്മുടെ ഒക്കെ ലൈഫ് ഇതേപോലെ ഷേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ മക്കളെ നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യണം. ഓക്കെ, സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? പ്രാക്ടീസ് ക്വസ്റ്റ്യനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ നമ്മളിപ്പോ ചാപ്റ്റർ ഒക്കെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ലൈവ് കഴിഞ്ഞു പോകുമ്പോ കേട്ടോ, എന്താ പറഞ്ഞിട്ടുള്ള മിസ് ഈ വീക്ക് മെൻഡി ഇല്ലേ എന്നുള്ളതോ? എടാ ഏത് മെൻഡി ഇല്ലേ എന്നുള്ളതാണ്? ഓക്കെ, സോ മെന്റു ഒക്കെ ഉണ്ടാവും. ഓക്കെ, മെന്റു ഒക്കെ ഉണ്ടാവും. നമുക്ക് ഇംഗ്ലീഷിൽ പൊതുവെ മെന്റു കുറവാ അല്ലെ, നമ്മൾ ഇനി മെന്റു ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇവിടെ നോക്ക്, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം? ലൈവ് കഴിഞ്ഞ് പോയാൽ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ആരോ ഒന്ന് എന്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലാസ്റ്റ് ലൈൻ മനസ്സിലായിട്ടില്ല എന്നുള്ളതാ. എടാ ലാസ്റ്റ് ലൈനിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? യെസ്, ഇവിടെ അല്ലേ നമ്മുടെ ലാസ്റ്റ് ലൈൻ? യെസ് 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 യെസ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ലൈൻ എവിടെ? ലാസ്റ്റ് ലൈൻ എവിടെയായിരുന്നു? യെസ്, ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ? Thus on its sounding അല്ലെ, our fortune must be wrought thus on its sounding and will shape each burning deed and thought. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള അല്ലെ. എടാ നമ്മുടെ ഈ വേൾഡ് അല്ലെ, നമ്മുടെ ഈ ലോകം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തിനെ പോലെയാണ് എന്നുള്ളതാണ്. ഒരു അൻവിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അൻവിലിനെ വെച്ചിട്ടാണ് ഈ ഇദ്ദേഹം ബ്ലാക്ക് സ്മിത്ത് എല്ലാ കാര്യങ്ങളും ഷേപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹം ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ അൻവിലിൽ വെച്ചിട്ട്. എന്നാൽ അതേപോലെ നമ്മുടെ ഈ ലോകത്ത് വെച്ചിട്ട് അല്ലെ, നമ്മുടെ ഈ വേൾഡില് ഒരു സ്പേസ് ഉണ്ട് എന്നാ പറയാം. ആ സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എല്ലാ ബേണിംഗ് ആയിട്ടുള്ള ഡീഡ് അല്ലെ, നമ്മുടെ ഇങ്ങനെ കത്തിയെരിയുന്ന നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകള്, ഇതൊക്കെ നമ്മൾ അവിടുന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള. ഷേപ്പ് ചെയ്യണം. ഓക്കെ, ആ ഷേപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നല്ലൊരു ബെറ്റർ പേഴ്സൺ ആവാൻ പറ്റുള്ളൂ എന്നുള്ള അല്ലെ. നമ്മൾ നല്ലൊരു പേഴ്സൺ ആവണ്ടേ, നല്ലൊരു വ്യക്തി ആവണ്ടേ. ആ നല്ലൊരു വ്യക്തി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീഡ്സും നമ്മുടെ ചിന്തകളൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്യണം. നമുക്ക് തോന്നുന്നതൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞ് തോന്നുന്ന കാര്യങ്ങൾ എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്താൽ നമ്മൾ ബെറ്റർ പേഴ്സൺ ആവില്ല. അപ്പൊ ഈ എൻവില് അദ്ദേഹം ഈ ഷേപ്പ് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഡീഡ്സും തോട്ട്സും ഒക്കെ ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതാണ് ഇവിടെ ഉണ്ട്, അതിന്റെ എല്ലാ എക്സ്പ്ലനേഷനും ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ അത് ക്ലിയർ ആവും. ഓക്കെ അല്ലേ? യെസ്. സോ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? പ്രാക്ടീസ് ക്വസ്റ്റ്യനെ പറ്റിയിട്ടാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആൻസേഴ്സ് നിങ്ങൾ ഇന്ന് എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആദ്യത്തെ എന്താണ്? ഈ റിപ്പോസ് എന്നുള്ളതിനോട് എന്താ മീൻ ചെയ്യുന്നത് അല്ലെ? ജമ്പ് ആണോ, റെസ്റ്റ് ആണോ, സ്ലീപ്പ് ആണോ, ഡ്രീം ആണോ, ഇതിൽ ഏതാണ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ പറയാം കേട്ടോ. ഓക്കെ, സോ അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദ ഫ്രേസ് ഫ്ലേമിംഗ് ഫോർജ് ഓഫ് ലൈഫ് മീൻ ദ പോം അല്ലെ. ഇതിൽ എന്താണ് ഈ ഒരു ഫ്രേസ് ശരിക്കും മീൻ ചെയ്യുന്നത്? എ പ്ലേസ് ഫോർ ദ ബ്ലാക്ക് സ്മിത്ത് ടു ഷേപ്പ് ഹിസ് ലൈഫ് ആണോ, അല്ലെങ്കിൽ എന്താണ് ടു ഗിവ് അപ്പ് ഓൺ ലൈഫ് ആണോ, അല്ലെങ്കിൽ ദ പ്ലേസ് ഹിസ് ഡോട്ടർ വിസിറ്റ്, അല്ലെങ്കിൽ എന്താണ് ദ പ്ലേസ് ദാറ്റ് റിമെയിൻസ് ഹിം ഓഫ് ഹിസ് വൈഫ്. ഇതിലേതാണ് എന്നുള്ള, ഏത് പ്ലേസിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് എഴുതാം. അതേപോലെ തന്നെ അല്ലെ, ഹോണസ്റ്റ് എന്നുള്ളതിനോട് എന്താണ് ശരിക്കും ഈ ഒരു പോയത്തിൽ അദ്ദേഹം മീൻ ചെയ്യുന്നത് എന്നുള്ളത് യെസ് അത് എഴുതുക കേട്ടോ. then അതേപോലെ തന്നെ അടുത്ത ചോദ്യം എന്താണ്? which word does the author use to describe the strength of blacksmith? ബ്ലാക്ക്സ്മിത്തിന്റെ സ്ട്രെങ്ത് അല്ലെ, അദ്ദേഹത്തിന് ആ ഒരു ബലത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്തത് ഓദർ? സിന്യൂ ഹാൻഡ്സ് ആണോ, മൈറ്റി മാൻ ആണ്, ബ്രോണി ആംസ് ആണോ, ഓൾ ഓഫ് ദ എബോവ് ആണ്, ഇതിലേതാണോ എന്നുള്ളത് എഴുതാം. then what's not a physical characteristic of the village blacksmith അല്ലെ. വില്ലേജ് ബ്ലാക്ക്സ്മിത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഹെയർ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ആം എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ പെടാത്ത ഏതോ ഒരു കാര്യമുണ്ട്. അപ്പൊ അതെന്താണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന്
കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം. ആൻസേഴ്സ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം, കമന്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വീഡിയോ ചെയ്യും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. സോ ബൈ, ഗുഡ് നൈറ്റ്. യെസ്.